ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഈ രാത്രിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസവും ഈ മൂന്നാമത്തെ ദിവസവും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാനിടയായിട്ടുള്ള ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. ദൈവം നമുക്ക് ആരോഗ്യം തന്നു, അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് ഒരുക്കി തന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്ന് മറിയ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ആ നല്ല അംശം പ്രാപിച്ചതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവവചനങ്ങളെ പഠിക്കുവാൻ, അത് കേൾക്കുവാൻ, അതനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 3 ദിവസത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. നാം ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്നുള്ളതാണ്. ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു നിലയിലേക്ക് എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ ദാസനെ ഓർമ്മിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇത് നമുക്ക് ഒരു കിട്ടാക്കനിയല്ല, നമുക്ക് ഭാരമുള്ള, ബുദ്ധിമുട്ടുള്ള, എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ഒരു വിഷയമല്ല എന്ന് അദ്ദേഹം കൂടെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഫറവോൻ ഇസ്രായേൽ മക്കളോട് ഇഷ്ടിക ചോദിച്ച പോലെ അല്ല, വൈക്കോലും വേണ്ട മണ്ണും കൊടുക്കാതെ ഇഷ്ടിക തരണമെന്ന് ചോദിച്ച പോലെ അല്ല കർത്താവ് ആവശ്യപ്പെടുന്നത്. നമുക്കെല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒരുക്കി തന്നിട്ടാണ്. സിദ്ധന്മാർക്ക് കൊടുത്ത അതേ വിശ്വാസവും ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ദാനം ചെയ്തിട്ട് നിത്യജീവനും പരിശുദ്ധാത്മാവിനെയും തന്നിട്ട് ആയിത്തീരുവാനുള്ള ദിവ്യശക്തിയും തന്നിട്ടാണ് നമ്മളായിത്തീരുകയാണ് ചെയ്യേണ്ടത്. വാസ്തവത്തിൽ സ്തോത്രം. എത്രമാത്രം അനുകൂല സാഹചര്യങ്ങളെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നപ്പോൾ ഇത് നഷ്ടപ്പെടുത്തി ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പുറകെ പോയി നാശത്തിലായി തീരാതെ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, പ്രാപിക്കുവാൻ, അനുഭവത്തിൽ എത്തിച്ചേരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് എപ്പോഴും ലഭിക്കുന്നതല്ല. ഇങ്ങനെ ലഭിച്ച ഈ അവസരത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ദിവസത്തിലായിരിക്കാം. കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തെക്കുറിച്ച്, കർത്താവിന്റെ പ്രകൃതിയെക്കുറിച്ചാണ് നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നത്. കർത്താവിന്റെ ബാല്യവും യൗവനവും ഒക്കെ എങ്ങനെയായിരുന്നു, കർത്താവ് എങ്ങനെ ജീവിച്ചു, നമ്മളെങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. അവരുടെ മുന്നിൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് നമുക്ക് പിന്നെയുമായിരിക്കാം. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദിവസം വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് നമുക്ക് നൽകിയ ഈ സന്ദർഭത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, ദാസൻ ഓർമ്മിച്ചതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുവാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ഒക്കെ കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാം ദൈവകൃപയാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഏറ്റുപറയുകയും ചെയ്തിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മൾ നേടിയെടുക്കുന്നതല്ല. ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. ആ വലിയ കൃപ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. നമുക്ക് ഫെയ്ത്ത് തന്നു എന്ന് തന്നെയല്ല, ആ ഫെയ്ത്ത് നമുക്ക് ഗ്രേസ് ആൻഡ് പീസ് നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. ആ വിശ്വാസത്താൽ നമ്മൾ പ്രാപിച്ചെടുക്കുകയാണ്. വി ആർ ജസ്റ്റ് റിസീവിങ് ഇറ്റ്. ഫെയ്ത്ത് ഈസ് ഫ്രം അവർ സൈഡ് ആൻഡ് ഗ്രേസ് ഈസ് ഫ്രം ഗോഡ് സൈഡ്. നമ്മുടെ ഭാഗത്തു നിന്ന് വിശ്വാസം വേണം. പക്ഷേ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഗ്രേസ് ഒഴുകി വന്നില്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വിശ്വാസം ഉണ്ടായാലും കാര്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഒരാൾ എനിക്ക് എന്തെങ്കിലും തരികയാണെന്ന് വെച്ചു. സപ്പോസ് ഈസ് ഗിവിംഗ് മീ സം മണി ഓർ അല്ലെങ്കിൽ ഒരു ജുവൽ, അതല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം എനിക്ക് തരികയാണ്. അത് തരുന്നത് അദ്ദേഹത്തിന്റെ കൃപയാണ്. അത് റിസീവ് ചെയ്യാൻ ഞാനൊന്ന് കൈ തട്ടിയിട്ട് പറ്റുള്ളൂ. ഞാൻ പുറത്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ഇല്ല. എന്നതുപോലെ ദൈവം തന്റെ കൃപയാൽ നമുക്ക് നൽകിയിരിക്കുന്നത്, ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും കാരണം.
നമ്മൾ രക്ഷിക്കപ്പെട്ടതിന്റെ കൃപയാൽ. കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടു. വാക്കുകളിൽ പിടിച്ചുള്ള കാര്യമല്ലെങ്കിലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വിശ്വാസത്താലുള്ള രക്ഷയാണ്. അതാണ് ഇപ്പൊ മാർട്ടിൻ ലൂതർ പറഞ്ഞത്, വിശ്വാസത്താലുള്ള രക്ഷ. പക്ഷെ വിശ്വാസത്താലുള്ള രക്ഷ എന്നതിനേക്കാൾ കൃത്യമായിട്ട് പറഞ്ഞാൽ കൃപയാലുള്ള രക്ഷയാണ്. വിശ്വാസത്താലാണ് നീതീകരണം നടക്കുന്നത്, പക്ഷെ കൃപയാലാണ് രക്ഷ നടക്കുന്നത്. ലേഖനം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന എന്താണ്? കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൃപയാലല്ലോ വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ബൈ ഗ്രേസ് ആൻഡ് ത്രൂ ഫെയ്ത്ത്. You get the difference? It's by grace. It's only grace. ഇവിടെ ദൈവദാസൻ ഓർമ്മിച്ച ഒരു കാര്യം അതാണ്. കൃപയേ ഉള്ളൂ, അല്ലാതെ നമുക്ക് എന്താ ഉള്ളത്? അവൻ തരാതെ നമുക്കൊന്നുമില്ല. പക്ഷെ അത് റിസീവ് ചെയ്യുന്നത്, കൈ നീട്ടുന്നതാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. റിസീവിങ് എൻഡിലാണ് ഫെയ്ത്ത് വർക്ക് ചെയ്യുന്നത്, ഗിവിങ് എൻഡിലാണ് കൃപ വർക്ക് ചെയ്യുന്നത്. ഗിവിങ് എൻഡ് ദൈവത്തിന്റെ ഭാഗത്തു നിന്നാണ്. സോ ഗ്രേസ് ഈസ് ഫ്രം ഗാഡ് ആൻഡ് ഫെയ്ത്ത് ഈസ് ഫ്രം അസ്. ആ ഫെയ്ത്തിന് പോലുമുള്ള ഗ്രേസ് തരുന്നത് ആരാ? ദൈവമാണ്. അതിന് നമ്മൾ കാരണക്കാരല്ലെന്ന എഫെസ്യ ലേഖനത്തിൽ പൗൽ പറയുന്നത്. ഏത്? ഇത് വിശ്വസിക്കാൻ പോലുമുള്ള കപ്പാസിറ്റി വാസ്തവത്തിൽ നമുക്ക് ഇല്ല. അതിന് ദൈവം തരുന്ന കൃപയാണ്. പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം, ഇതുപോലെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രോങ് ഡിസിഷൻ, ആ ഒരു സ്ട്രോങ് ഡിസിഷൻ ഉള്ളപ്പോൾ ദൈവകൃപ നമുക്ക് ഒഴുകി കിട്ടും. അതിന് യാതൊരു സംശയമില്ല. ഇത് രാവിലെ കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. Daniel resolved that I will not defile myself with the food that is served before the king and the wine he is drinking. അവൻ കുടിക്കുന്ന രാജകീയ ഭക്ഷണം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെ അശുദ്ധമാക്കിയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ ഉറപ്പിച്ചെന്ന റിസോൾവ് എന്നുള്ള വാക്കാണ്. റിസോൾവ് അത് അവന്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്നതാണ്. അപ്പോഴെന്ത് ചെയ്തു? അപ്പോൾ ക്ഷണാധിപൻ എന്റെ മുമ്പിൽ അവനെ കരുണ അവൻ ദൈവം എന്ത് ചെയ്തു? അവന്റെ മുമ്പിൽ കരുണ കാണിച്ചു, അല്ലെങ്കിൽ കരുണ കൊടുത്തു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം അനുകൂലമാക്കി തീർന്നു. പക്ഷേ ഇവൻ എന്ത് ചെയ്തു? ഒരു തീരുമാനമെടുത്തു. അവൻ തീരുമാനമെടുത്തത് കർത്താവ് സഹായിക്കുകയാണെങ്കിൽ, എല്ലാം അനുകൂലമാകുകയാണെങ്കിൽ, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്തുനിന്നൊക്കെ ഒഴിഞ്ഞിരിക്കാനാണ് എൻ്റെ ആഗ്രഹം എന്നൊന്നല്ല അവൻ പറയുന്നത്. അവൻ പറഞ്ഞത് തല പോയാലും ഞാൻ ഈ മീൻ കുടിക്കത്തുമില്ല, ഞാൻ ഈ ഭക്ഷണം കഴിക്കത്തുമില്ല. അങ്ങനെ തന്നെയാണ് റിസോൾവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതാണ്. റെസൊല്യൂഷൻ. നമ്മളിങ്ങനെ പറയുമല്ലോ, അങ്ങനെ ഒരു പ്രസ്ഥാനം ഉദിക്കുന്നില്ലെന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് ആലോചിക്കുന്ന പ്രസ്ഥാനമേ ഇല്ല. ഏത്? ഇതിനോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമേ ഇല്ല. ലോകത്തിന്റെ മോഹത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അങ്ങനെ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അപ്പൊ ഒരു റെസൊല്യൂഷനാണ്, I will never yield to the passions of this world. ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ലെന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുമ്പോഴാണ് നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമാനങ്ങൾ വരുന്നത്. അങ്ങനെ വലിയൊരു സ്ട്രോങ് ഡിസിഷൻ നമ്മൾ എടുക്കണം. ഒരു സ്ട്രോങ് ആയിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും കോംപ്രമൈസിങ് ആയിട്ട് പോകുന്നു. ബ്രദറെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ മറ്റൊരു നാട്ടിലല്ലേ ബ്രദറെ എന്നൊന്നും പറയരുത്. നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും നമ്മൾ കർത്താവിന്റെ കയ്യിലാണ്. നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും, ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏഷ്യൻ കൾച്ചറുമല്ല, നമ്മൾ ഫോളോ ചെയ്യുന്നത് വെസ്റ്റേൺ കൾച്ചറുമല്ല, നമ്മൾ ഫോളോ ചെയ്യുന്നത് ബിബ്ലിക്കൽ കൾച്ചറാണ്. വേദപുസ്തകത്തിനനുസരിച്ച് ജീവിക്കാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഈസ്റ്റേൺ കൾച്ചർ അനുസരിച്ച് ജീവിക്കാനോ വെസ്റ്റേൺ കൾച്ചർ അനുസരിച്ച് ജീവിക്കാനോ അല്ല. നമ്മൾ ഏത് നാട്ടിൽ പോയാലും നമ്മുടെ കൾച്ചറിന് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ കൾച്ചർ ബിബ്ലിക്കൽ കൾച്ചറാണ്. വേദപുസ്തകം പറയുന്ന അനുസരിച്ച് ഞാൻ ജീവിക്കും. അത് ഓസ്ട്രേലിയയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണ്. ആഫ്രിക്ക ഇതിനേക്കാളും മെച്ചമൊന്നുമല്ല. അവിടുത്തെ കൾച്ചർ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഹെൽ. അതിന് യാതൊരു സംശയമില്ല. അങ്ങനത്തെ കൾച്ചറിനകത്ത് പ്രോബ്ലംസ് അവിടെയും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെയും ഉണ്ട്. പക്ഷെ വാട്ട് ദ ബൈബിൾ സ്പീക്സ്, വാട്ട് ദ ബൈബിൾ സേസ്, അതാണ് ചോദ്യം. ദൈവവചനം പറയുന്ന അനുസരിച്ചാണ്. അങ്ങനെയാണ് ഞാൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുന്നത്. എനിക്ക് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണമെങ്കിൽ യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ലൈഫ് എനിക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജീവിതം ഞാൻ നോക്കിയിട്ട് ഞാനത് അനുകരിക്കുകയല്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അതിനുള്ള ദിവ്യ ശക്തി അവൻ തന്നിട്ടുണ്ട്. നമ്മൾ when you are born again, you have all the power to live like Jesus because you are born of God. You are born of the Spirit. ആത്മാവിനാൽ ജനിച്ചവന് ആത്മാവിന്റെ ജീവിതം ജീവിക്കാനുള്ള ശക്തി ഉണ്ട്.
If you are born again, you can live like Jesus. അല്ലാത്തവർക്ക് പറ്റില്ല. അല്ലാത്തവർ എത്ര പരിശ്രമിച്ചാലും അത് പറ്റില്ല. അതുകൊണ്ടാണ് യേശുവിന്റെ ജീവിതത്തിലെ, അതാണ് നമ്മൾ ഇന്നും അതിനെ കുറിച്ച് തന്നെ പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ഓൾഡ് ടെസ്റ്റമെന്റിലെ പല ആളുകളുടെ ലൈഫൊക്കെ വെച്ച് നോക്കിയൊക്കെ പറയാനൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും നമുക്ക് നേരമില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ തന്നെ കാര്യം എടുക്കുക. അവന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. കുഞ്ഞുങ്ങളോടൊക്കെ ഉള്ള ബന്ധത്തിലാണ് ഞാൻ കുഞ്ഞുങ്ങളോട് കൂടെ സംസാരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഞാനത് പറഞ്ഞത്. ഈവൻ യങ് ചിൽഡ്രൻ, as an infant, as a small child, how Jesus lived. അവിടെ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു കുഞ്ഞ് എന്ന നിലയിൽ പോലും യേശു ക്രിസ്തുവിന്റെ ജീവിതം നമ്മളുടെ കുഞ്ഞുങ്ങൾ അനുകരിക്കണം. ആ കുഞ്ഞുങ്ങൾ ആ രീതിയിൽ ജീവിക്കാൻ നമ്മൾ അഭ്യസിപ്പിക്കണം. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവരോടുകൂടെ ഉണ്ടായിരുന്നു. ഫിസിക്കൽ ഗ്രോത്ത് വേണം. അതിന്റെ സോൾ അല്ലെങ്കിൽ ദേഹിയുടെ ഗ്രോത്ത്, അതാണ് ജ്ഞാനം. ഫിസിക്കൽ ഗ്രോത്ത്, അതാണ് പൈതൽ വളർന്നു. അത് വളർച്ചയ്ക്ക് ആവശ്യമുള്ളതാണ് കൊച്ചിന് കൊടുക്കേണ്ടത്. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, കരയുന്നതിന് നമ്മൾ കൊടുക്കുന്നതല്ല. കരയുന്നതിന് ആശ്വാസം. നമുക്ക് പലപ്പോഴും പിള്ളേർക്ക് ശല്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഓരോന്ന് കാണിക്കും. അങ്ങനെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളൊരു ശല്യമല്ലെന്ന് ആദ്യം മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ ശല്യമല്ല, അവർ കരഞ്ഞാൽ അത് ശല്യമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ആവശ്യമുള്ള എന്തെന്ന് ചിന്തിക്കാനോ തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. അതുകൊണ്ട് അവര് തീരുമാനമെടുക്കാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് വളരണം. കുഞ്ഞുങ്ങൾ രാജാക്കന്മാരായിട്ട് വീട്ടിൽ വളരരുത്. തീരുമാനം എടുക്കുന്നത് നിങ്ങളായിരിക്കണം. കാര്യം കുഞ്ഞുങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ടി വി ഉണ്ടെങ്കിൽ ടി വിയിൽ ഏത് ചാനൽ കാണണമെന്ന് കുഞ്ഞുങ്ങൾ തീരുമാനിക്കുന്ന വീടുകൾ നശിച്ചു പോകും. നിങ്ങളാ തീരുമാനിക്കുന്നത്. ടി വി ഉണ്ടെങ്കിൽ തന്നെ. എന്റെ വീട്ടിൽ ടി വി ഇല്ല, ആരും വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് കാശിനാഞ്ഞിട്ടൊന്നുമല്ല. ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാവത്തിന്റെ വീട്ടിൽ ടി വി പോലും ഇല്ല എന്നൊന്നും ആരും ചിന്തിക്കൊന്നും വേണ്ട. എനിക്ക് ഒരു ടി വി അല്ല, 9 ടി വി അല്ല, 90 ടി വി വാങ്ങിക്കണമെങ്കിൽ എന്റെ കാശുണ്ട്. കാശില്ലാഞ്ഞിട്ടല്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ടി വി കാണണമെന്ന് തീരുമാനിച്ചത് പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ടി വി ഇല്ലാത്ത സമയത്ത് 4 കമ്പ്യൂട്ടർ വീട്ടിലിരിപ്പുണ്ട്. ടി വി ഇല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ ടി വി കാണണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ടി വി കാണണമെന്ന് തീരുമാനിച്ചത് ഞാൻ ബേസിക്കലി ഒരു ജേർണലിസ്റ്റാണ്. എൻ്റെ ജോലി തന്നെ അതാണ്. എന്നിട്ടും ഞാൻ തീരുമാനിച്ചു കുഞ്ഞുങ്ങൾ ടി വി കാണണ്ട. അപ്പൊ എൻ്റെ കൂട്ടുകാരൊക്കെ കുറച്ച് വിദ്യാഭ്യാസമുള്ളവരൊക്കെയാണ്. അവർ പറഞ്ഞു, എടാ നീ കാണിക്കുന്ന വെറും മണ്ഡലമാണ്, പിള്ളേർക്ക് ഒരു ജനറൽ നോളജ് കിട്ടത്തില്ല. പിള്ളേർക്ക് ജനറൽ നോളജ് ഉണ്ടാകത്തില്ല. ടി വി ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ജനറൽ നോളജ് ഉണ്ടാകത്തില്ല. ശരിയാ, എൻ്റെ പിള്ളേർക്ക് ഇപ്പം ജനറൽ നോളജ് കുറവാണ്. ഒബാമയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണെന്നൊക്കെ ചോദിച്ചാലും അവൾക്ക് അറിയത്തൊന്നുമില്ല. ട്രംപിന്റെ അഡ്വൈസർ ആരാന്ന് ചോദിച്ചാൽ അവൾക്ക് അറിയത്തില്ല. കാര്യം ജനറൽ നോളജ് കുറവാണ്. പിന്നെ ടി വി ഉള്ള വീട്ടിലെ പിള്ളേർക്കും ഇത് അറിയത്തില്ല. ഇതൊക്കെ നമ്മൾ ചുമ്മാ ഓരോ പൊട്ടത്തർക്കൊക്കെ പറയുന്നുള്ളതല്ലാതെ ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ടി വി കണ്ടാൽ നരകത്തിൽ പോയില്ലോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ചിന്തിച്ചത്രേ ഉള്ളൂ, എൻ്റെ ടൈം അതിന് കളയാൻ എനിക്കില്ല. എൻ്റെ ടൈം പോസിറ്റീവായിട്ട് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഗെയിംസ് കയറ്റിയിട്ടില്ല. ഗെയിംസ് കയറ്റിയിടുന്നതിന് പകരം ഇഷ്ടംപോലെ ബിബ്ലിക്കൽ ആനിമേഷൻ സ്റ്റോറീസും മിഷണറിമാരുടെ സ്റ്റോറീസും ഞാൻ പിള്ളേർക്ക് കൊടുത്തു. വായിക്കാൻ മിഷണറിമാരുടെ പുസ്തകങ്ങൾ കൊടുത്തു. എൻ്റെ പിള്ളേർ കണ്ടു വളർന്നെല്ലാം കമ്പ്യൂട്ടറിനകത്താണെങ്കിലും അവർ കണ്ടാ വളർന്നത്. പക്ഷേ അത് ഗെയിം കളിച്ചല്ല വളർന്നത്. അവർ ബിബ്ലിക്കൽ സ്റ്റോറീസാണ് കണ്ടത്. എന്നോത്രം ആനിമേറ്റഡ് സ്റ്റോറീസ് മിഷണറിമാരുടെ ചരിത്രം തന്നെ അവൈലബിൾ ആണ്. അത് അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് അത് കാണേണ്ട പിള്ളേർ. അതുകൊണ്ട് എൻ്റെ പിള്ളേർക്ക് ജനറൽ നോളജ് കുറവാണെന്നുള്ള സംഭവിച്ചു. പക്ഷെ അവർ ആത്മീയരായിട്ട് വളർന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ തലമുറ നശിച്ചു പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ തന്നെയാണ്, അല്ലാതെ അവരല്ല. കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് വേണം വളരാൻ. കുഞ്ഞുങ്ങൾ രാജാക്കന്മാരായിട്ട് വളരാൻ പാടില്ല. കുഞ്ഞുങ്ങൾ ദുശാഠ്യം എടുക്കുമ്പോൾ അതിനെ അനുവദിക്കരുത്. കരഞ്ഞ് കാര്യം സാധിക്കാൻ പിള്ളേരെ അനുവദിക്കരുത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. ജ്ഞാനത്തിനാണ് എൻ്റെ ശരീരത്തിൽ, എൻ്റെ കുഞ്ഞിന്റെ വളർച്ചയിൽ, ശരീരത്തിന്റെ വളർച്ച എനിക്ക് നോക്കിയാലേ പറ്റുള്ളൂ. നമ്മൾ നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവരെ വേറെ വല്ലവരും നോക്കേണ്ട കാര്യമില്ല. നമ്മളാ നോക്കേണ്ടത്. നമ്മൾ നോക്കണം. അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണം. ആവശ്യമുള്ളത്, അല്ലാതെ അവർ ചോദിക്കുന്നത് കൊടുക്കണമെന്നല്ല എൻ്റെ അർത്ഥം. കാര്യം അവർക്കിത് തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അവർക്കറിയില്ല. അവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത്? കാര്യം അവർക്ക് ലോക പരിജ്ഞാനമില്ല. അവരല്ല. അവർക്ക് വേണ്ടി അപ്പനാ തീരുമാനം എടുക്കുന്നത്, അല്ലെങ്കിൽ അമ്മയാണ് തീരുമാനം എടുക്കുന്നത്. അവർക്ക് വേണ്ടി നിങ്ങൾ തീരുമാനം എടുക്കണം. അവർക്ക് തീരുമാനമെടുക്കാൻ പക്വത വരുന്നത് വരെ അവരെ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത്
വിട്ടുമാറില്ല. അപ്പൊ നടക്കേണ്ടുന്ന ഒരു വഴിയുണ്ട്, നടക്കുന്ന വഴിയുണ്ട്. അടിക്കുന്നതിലെ പോയില്ലെങ്കിൽ പോയതിലെ അടിക്കുക എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ വാക്യമൊന്നുമല്ല കേട്ടോ. ചിലർ ഇത് അതും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. എന്തെങ്കിലും ഒരു പ്രോവർബ് കേട്ടാ ഉടനെ തന്നെ അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് അവരുടെ ചിന്ത. അങ്ങനെ എഴുതിയിട്ടില്ലേ ബ്രദറെ എന്ന് ചോദിക്കും. അങ്ങനൊന്നും എഴുതിയിട്ടില്ല, അങ്ങനൊന്നും എഴുതിയിട്ടില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴി. അപ്പൊ ബാലൻ നടക്കേണ്ടുന്ന ഒരു വഴിയുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ആ വഴി ബാലൻ അറിയുന്നില്ല, ആർക്കേ അറിയത്തുള്ളൂ? ആ പേരൻസിനെ അറിയുള്ളൂ. പേരൻസ് ആ രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയും അല്ല കൊച്ചിനെ വളർത്തുന്നത്, അതും ആലോചിക്കണം. കൊച്ചിന് ഇഷ്ടമുള്ള പോലെ അല്ല കൊച്ചിനെ വളർത്തുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അല്ല കുഞ്ഞിനെ വളർത്തുന്നത്. എങ്ങനെയാണ് വളർത്തുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറില്ല. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. യഹോവ ഭക്തിയിൽ വളർത്തുക. ഭക്തിയിൽ നമുക്ക് ശക്തി വേണം, ഭക്തിയും വേണം. ശക്തി മാത്രം പോരാ, ഫിസിക്കൽ പവർ മാത്രം പോരാ, നമുക്ക് ഭക്തി വേണം. യഹോവ ഭക്തി. എന്റർടൈൻമെന്റ് വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്റർടൈൻമെന്റ് അല്ല ജ്ഞാനം എന്ന് പറയുന്നത്. ഇന്നിപ്പോ എന്റർടൈൻമെന്റേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മുഴുവൻ എന്റർടൈൻമെന്റ് ആണ്. ഈ കുഞ്ഞുങ്ങളെ തീരുമാനിക്കുന്നത്. നിങ്ങൾ മൊബൈൽ ഫോൺ കൊച്ചിന്റെ നിന്ന് വാങ്ങിക്കാൻ നിങ്ങൾ എന്തുമാത്രം മെനക്കെടുക്കും ഇല്ലേ? കൊച്ചു മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു തരുമോ? തിരിച്ചു തരത്തില്ല. എന്തിനാ ഈ പിള്ളേർ മൊബൈൽ ഫോൺ ഇട്ട് കളിക്കുന്നത്? എന്ത് കാര്യത്തിനും എന്ന് വെച്ചുകൊണ്ട് പിള്ളേരെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഞാൻ പറഞ്ഞത് പറയുന്ന കാര്യങ്ങൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടാൽ പോലും അപ്പന്മാർക്ക് അമ്മമാർക്ക് ഇഷ്ടപ്പെടത്തില്ല. See, there is a way. We need to teach them the way of the Lord. യഹോവയുടെ വഴി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അഭ്യസിപ്പിച്ചു കൊടുക്കണം. അവർ വളരേണ്ടുന്ന വഴിയിൽ, അതെങ്കിൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഇതൊക്കെ പിന്നെ അവർ നല്ലതാണെന്ന് സമ്മതിക്കത്തുള്ളൂ. ഇപ്പൊ സമ്മതിക്കത്തില്ല. ഏത് എബ്രായലേഖനം വായിക്കുമ്പോൾ ഏത് ശിക്ഷണവും അല്പകാലത്തേക്ക് പ്രയാസമാണെന്ന് പറയുന്നത്. എന്നാൽ അഭ്യാസം തികഞ്ഞ ശേഷം, അപ്പൊ അങ്ങനെ അഭ്യാസം തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ എന്ത് വേണമെങ്കിലും എന്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പീപ്പിൾ ആർ ഫ്രീ, ചിൽഡ്രൻ ആർ ഫ്രീ. സ്വയം തീരുമാനമെടുക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അത് ദൈവികമായി തീരുമാനിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ പെട്ടെന്ന് ഓരോന്നിനും അടിച്ചു വളർത്തേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേരെ അങ്ങനെ തല്ലുകയും പിടിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവരെ ഭക്തിയിൽ വളർത്തുകയാണെങ്കിൽ അവരൊരിക്കലും അല്ലാത്ത ഒരു തീരുമാനം എടുക്കത്തില്ല. അപ്പോൾ യേശു അങ്ങനെ വളർന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. അപ്പോൾ ഫിസിക്കൽ ഗ്രോത്ത് മാത്രമല്ല ഉണ്ടായിരുന്നത്. എന്താണ്? അവന്റെ സോൾ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അത് ജ്ഞാനം കൊണ്ട് നിറയ്ക്കാനുള്ളതാണ്, എന്റർടൈൻമെന്റ് കൊണ്ട് നിറയ്ക്കാനല്ല. ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകും. ആത്മാവിൽ സ്പിരിച്വൽ ഗ്രോത്തിനെ കുറിച്ച് ആലോചിക്കണം. അത് ചെറിയ പ്രായത്തിലെ കുഞ്ഞായിരിക്കുമ്പോഴേ ആലോചിക്കണം. ഒരു സ്ത്രീ ഒരു സ്പിരിച്വൽ കൗൺസിലർ നടത്തിയെന്ന് പറഞ്ഞു, സർ മൈ ചൈൽഡ് ഈസ് 5 years old. എൻ്റെ കുഞ്ഞിന് 5 വയസ്സായി എന്ന് തൊട്ടാണ് അവനെ സ്പിരിച്വൽ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. എന്നെ കൗൺസിലർ പറഞ്ഞു, ഐ എം സോറി മാം, യു ആർ 6 years late. കൊച്ചിന് 5 വയസ്സേ ഉള്ളൂ, പക്ഷെ പറഞ്ഞെന്താണെന്നോ, യു ആർ 6 years late. അതിൻ്റെ അർത്ഥം എന്നാ? കൺസീവ് ചെയ്യുന്ന കാലം മുതൽ ആത്മീകമായി പൈതൽ വളരണമെങ്കിൽ നിങ്ങൾ ആ സ്പിരിച്വാലിറ്റി നിങ്ങൾ എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ വയറ്റിലുള്ള കുഞ്ഞിലേക്ക് ഈ ആത്മീയത പകർന്ന് കൊടുക്കപ്പെടും. അന്ന് തൊട്ട് തുടങ്ങേണ്ടതായിരുന്നു. അല്ലാതെ പ്രായം കുഞ്ഞല്ലേ, നമ്മളെപ്പോഴും പറയുന്ന കുഞ്ഞല്ലേ, കുഞ്ഞാ വലുതാകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കുഞ്ഞല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒടുവില് അവൻ നിങ്ങളെ ഭരിക്കുന്ന ഒരു സ്റ്റേജ് വരും. അവൻ നിങ്ങളെ ഭരിക്കുന്ന ഒരു സ്റ്റേജ് ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവ കൃപയും അവനുള്ളിൽ ഉണ്ടായിരുന്നു. ദേവദാസൻ ഓർമ്മിച്ച കാര്യം, ദൈവകൃപ. എല്ലാത്തിനും കുഞ്ഞുങ്ങൾ ദൈവകൃപയാണ്. ദൈവകൃപയുടെ ഒരു ആ കൃപയാണ്, എല്ലാം ദൈവകൃപയാണെന്നുള്ളത് പിള്ളേർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് വിളിച്ച് പ്രാർത്ഥിക്കുക. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഭവനങ്ങളിൽ ഇതൊന്നും നടക്കത്തില്ല. ഇന്നിപ്പോ വന്ന് അതിനുള്ള ഓരോരുത്തർ ഓരോ സമയത്ത് ഓരോ നേരത്തും വല്ലാത്ത ഒരു കാലമാണ്. നിങ്ങളെ ഏത് സമയത്തും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് ചെയ്യാം, നിങ്ങളുടെ ഡ്യൂട്ടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഏത് സമയത്തെന്ന് പറയാൻ പറ്റും. പക്ഷേ ഏത് സമയത്താണ് വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഭവനം
തകർച്ചയുടെ വക്കിലാണ്. അതെപ്പോഴാണ് തകരുന്നത്? അതുകൊണ്ട് ഫാമിലി പ്രെയർ ഈസ് വെരി എസെൻഷ്യൽ. ഫാമിലി പ്രെയർ ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. കാര്യം കുഞ്ഞുങ്ങളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയിലാണ് ലഭിക്കുന്നത്. സൺഡേ സ്കൂളിൽ രണ്ടാമതേ ഉള്ളൂ. ഒരു ചെറുക്കൻ വളരെ മോശമായ നിലയിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവന് സൊസൈറ്റിയിൽ നിന്ന് പ്രോബ്ലം തന്നെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൻ ഇങ്ങനെ പറഞ്ഞു, അവൻ സൺഡേ സ്കൂളിലൊക്കെ പോകുന്ന ചെറുക്കനായിരുന്നു, എന്താ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചത്? അപ്പൊ ഞാൻ ചോദിച്ചു, സൺഡേ സ്കൂളിൽ നിങ്ങൾ ആഴ്ചയിൽ എത്ര സമയമുണ്ട് സൺഡേ സ്കൂള്? 168 മണിക്കൂർ ഉള്ളതിനകത്ത് 1 മണിക്കൂർ സൺഡേ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ബാക്കി 167 മണിക്കൂർ നിങ്ങളുടെ അല്ലായിരുന്നു കൊച്ചു? 167 മണിക്കൂറില്ല ഇൻ എ വീക്ക്. ജസ്റ്റ് 1 hour അല്ലേ സൺഡേ സ്കൂളിൽ കിട്ടുന്നത്? ബാക്കിയുള്ള സമയം നിങ്ങളുടെ അല്ലായിരുന്നു. നിങ്ങളെ വളർത്തുന്നത് പിള്ളേരെ. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങളെ ആത്മീയരായി വളർത്തുക എന്ന് പറയുന്നത്. അത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആത്മീയരായിട്ട് വളർത്തണം, അത് വേറെ കാര്യം. സൺഡേ സ്കൂൾ ഈസ് എസെൻഷ്യൽ. പക്ഷേ ഇത് ആദ്യം പഠിക്കേണ്ടത് സൺഡേ സ്കൂളിൽ നിന്നല്ല, ആദ്യം പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. ആത്മീയത പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മോശമായി പോയാൽ അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. അതിന് യാതൊരു സംശയമില്ല. ആസ് എ ചൈൽഡ് പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു വന്നു, ദൈവകൃപയും അവനോട് കൂടെ ഉണ്ടായിരുന്നു. ടീനേജിൽ വന്നപ്പോഴത്തേക്ക് he was obedient to his parents. Obedience. കുഞ്ഞുങ്ങൾ ഒബീഡിയന്റ് ആയിരിക്കും. അപ്പനും അമ്മയും പറയുന്നത് അനുസരിക്കാൻ പഠിക്കണം. കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിപ്പിക്കുന്ന പറയുന്നത്. അത് ഏത് കൾച്ചറാണ്? അത് ഇന്ത്യൻ കൾച്ചറും അല്ല, ഓസ്ട്രേലിയൻ കൾച്ചറും ഒന്നും അല്ല. അത് ഏത് കൾച്ചറാണ്? ബിബ്ലിക്കൽ കൾച്ചറാണ്. ഇന്ന് രാവിലെ ആ ചോദ്യം വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിള്ളേർ പറയും, you are coming from India, you are saying all these things, we are living in another world. അതാ ഇത് തന്നെ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ ഡിഫറെന്റ് ആണെന്ന്, ഞങ്ങളൊക്കെ പൊട്ടന്മാരായിരുന്നു, നിങ്ങളൊക്കെയാണ് എന്തുവാ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഞങ്ങളൊക്കെ പൊട്ടന്മാരായിരുന്നു, നിങ്ങൾ വന്നപ്പോഴാണ്, നിങ്ങളുടെ തലമുറയാണ് ഏറ്റവും ബുദ്ധിയുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ നോട്ടത്തിൽ ഇന്ന് വരെ ഈ പിള്ളേർക്കാണ് ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പിള്ളേർക്കൊന്നും ഈ പറയുന്ന ഒരു ബുദ്ധിയില്ല. ബുദ്ധി ഉണ്ടായിരുന്നതും നമ്മുടെ തലമുറയ്ക്ക് തന്നെയാണ്. ഈ പിള്ളേർക്ക് ആകെ ഉള്ളത് ഇൻഫർമേഷനാണ്, വിസ്ഡം അല്ല, നോളജ് അല്ല. ഇവർക്കുള്ളത് ഇൻഫർമേഷനാണ്. എന്തോന്ന് ബുദ്ധിയാണ്? ഈ പിള്ളേർക്ക് എന്ത് ബുദ്ധിയാവും? നിങ്ങളൊന്ന് തന്നെ ഒന്ന് പറഞ്ഞു വിട്ടേ, എവിടെ നിന്ന് പറഞ്ഞു വിട്ടേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകട്ടെ, നമ്മൾ പറയുമല്ലോ, എഴുത്തെറിഞ്ഞാൽ ഞങ്ങൾ 4 കാലേ നിൽക്കുമെന്ന് പറയും, ഇവൻ 8 കാലേ വീഴും. എഴുത്തെറിയൊന്നും വേണ്ട. അതിനുള്ള കപ്പാസിറ്റി ഇല്ല ഈ പിള്ളേർക്ക്. വെറുതെ ഈ പിള്ളേരെ ഇങ്ങനെ പൊക്കരുത്. വെറുതെ പിള്ളേരെ പൊക്കി മോളിൽ കയറ്റി വെച്ചിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ തളർന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നോ, അങ്ങനൊന്നും അല്ല. അതൊരു ഫാക്റ്റ് അല്ല. ഈ പുതിയ തലമുറയ്ക്ക് എക്സ്ട്രാ ഉള്ളതെന്ന് പറയുന്നത് ഇൻഫർമേഷനാണ്. ബുദ്ധിയൊക്കെ പഴയ തലമുറയ്ക്ക് തന്നെ. പിന്നെ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നോളജ് മാത്രമൊന്നും അല്ല നോളജ് എന്ന് പറയുന്നത്. ഗൂഗിൾ തപ്പിയല്ല, ഇവൻ എന്തോ വന്നാലും ഗൂഗിൾ തപ്പണം. അല്ലാതെ നമ്മളെ പോലെ ചിന്തിക്കാനൊന്നും ഇങ്ങനെ കഴിവൊന്നുമില്ലല്ലോ. എന്തോ വന്നാലും ഗൂഗിൾ സെർച്ച് ചെയ്താലേ പിള്ളേർക്ക് പറ്റുള്ളൂ. പിന്നെ അതും പോട്ടെ, ഈ എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഈ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് 3 സബ്ജക്ട്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി ഉണ്ട്, എക്കണോമിക്സിനുണ്ട്, ജേർണലിസത്തിനുണ്ട്, തിയോളജിയിലുണ്ട്. പക്ഷെ ഒരു പട്ടി കടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ 3 ഡിഗ്രി കാണിച്ചാൽ പട്ടി പോകത്തില്ല. പട്ടിയിൽ നിന്ന് രക്ഷപ്പെടുന്നെങ്കിൽ മരത്തെക്കാൾ എനിക്കാണ് മരത്തെക്കാൾ അറിയില്ല. അപ്പൊ ഇപ്പോഴും എന്റെ മനസ്സിലുള്ള ഒരു സങ്കടം എന്നറിയാമോ? പഠിച്ച കാലത്ത് മരത്തെക്കാലം പഠിച്ചില്ലല്ലോ. അതാണ് എന്റെ ദുഃഖത്തിൽ ഒരു പ്രധാനപ്പെട്ട ദുഃഖം. അതൊക്കെ നോളജ് എന്ന് ശരിക്കും പറഞ്ഞാൽ നോളജ് എന്ന് പറഞ്ഞാൽ അതാണ് നോളജ്. ഇത് പിള്ളേർക്ക് മരത്തെക്കാലം അറിയാമോ? എന്തറിയാം പിള്ളേർക്ക്? അപ്പൊ അതുകൊണ്ട് പിള്ളേരെ ആവശ്യമില്ലാതെ വെറുതെ പോക്കരുത്. പിള്ളേരെ ആവശ്യമില്ലാതെ അവർ വലിയ ആനയാണെന്നും നമ്മളൊക്കെ വെറും പഴഞ്ചന്മാരാണെന്നും എന്നുള്ള ചിന്ത അങ്ങനെ അല്ല. ഓരോ തലമുറയിലും നിങ്ങളുടെ അപ്പന്മാര് പഴഞ്ചന്മാരാണെന്ന് നിങ്ങളൊരു പക്ഷെ പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ എന്ത് പറയുന്നു? അവർക്കാണ് ശരിക്കും അറിവുണ്ടായിരുന്നതെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഏത് ശിക്ഷണവും കുറെ കാലത്തേക്ക് ദുഃഖമുള്ള കാര്യമാണ്, കുറെ കാലത്തേക്ക്. പക്ഷേ അഭ്യാസം തിരിഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കും ഇതെല്ലാം
നമ്മുടെ പ്രയോജനത്തിനായി സംഭവിച്ചതാണെന്നുള്ളത് മനസ്സിലാകും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലെ ഒരു കഥ ഇങ്ങനെ വായിച്ചത് ഞാനിങ്ങനെ ഷെയർ ചെയ്യുകയായിരുന്നു. അത് ഒരു ചെറുക്കൻ വീട്ടിൽ വളർന്നു വന്നപ്പോഴത്തേക്ക് അവൻ സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്ക് അപ്പന് എവിടെയെങ്കിലും ലൈറ്റ് ഇട്ടച്ച് ചെറുക്കൻ പോകണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യടാ, ഭയങ്കര ബഹളമാണ്. വെള്ളം എവിടെ ടാപ്പ് തുറന്നിട്ട് ഇവിടെ പോയതാ, എന്നിട്ട് ഫാൻ ഇട്ടു, എവിടെ ഫാൻ കിടക്കുന്നത്, നീ ഇല്ലാത്ത ഫാൻ ഇട്ടു പോയത്, ഫാൻ ഓഫ് ചെയ്യാൻ അറിയത്തില്ലയോ, കഥ അടച്ചില്ലെങ്കിൽ കഥ അടയ്ക്കാതെ എവിടെ പോയതാ, ഭയങ്കര ബഹളം. അപ്പൊ അങ്ങനെ ഞാൻ സ്കൂള് കഴിഞ്ഞു, കോളേജിൽ ചെന്നിട്ട് പോലും ഇവനോട് ഇങ്ങനെ അപ്പൻ ഇടപെടുന്നു. ഉടനെ ഇവൻ ചിന്തിച്ചു, എങ്ങനെങ്കിലും ഒരു ജോലി ഉണ്ടാകും, ഒരു ജോലി വാങ്ങിച്ച ഈ അപ്പന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് ജോലി കിട്ടുന്ന അന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. ഇവൻ അത് തീരുമാനമുണ്ട്, ഒരു ജോലി കിട്ടിയാൽ മതി. അവനൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ഡിഗ്രിയൊക്കെ ഉണ്ട്. അവനെ ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞപ്പം ഇവൻ അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ഗേറ്റ് ചെറിയ വിക്കറ്റ് ഗേറ്റും തുറന്ന് കിടക്കുകയാണ്, മറ്റേ ഗേറ്റും തുറന്ന് കിടക്കുകയാണ്, വല്ലാതെ കിടക്കുക. അപ്പൊ പെട്ടെന്ന് ഇവൻ ആലോചിച്ചു, അപ്പനായിരുന്നെങ്കിൽ വഴക്കോടെ വേണം ഇല്ലേ. ഇവൻ എന്ത് ചെയ്തു, ആരുമില്ല. ഇവന് ചെന്ന് ഗേറ്റെല്ലാം നേരെയാക്കി ഗേറ്റിലോ അകത്ത് കയറിയിട്ട് തിരിച്ച് ലാച്ചസ് ഇട്ടിട്ട് അവനകത്ത് കയറിപ്പോയി. അകത്ത് കയറി നോക്കിയപ്പോഴത്തേക്ക് ഗാർഡനിൽ കൂടെ വെള്ളം ഒഴുകി പോവുകയാണ്, ടാപ്പ് തുറന്നിട്ടിരിക്കുക. ഇവൻ പെട്ടെന്ന് പോയി ഈ ടാപ്പ് കൂട്ടി ആദ്യത്തെ മുറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആരും ഇല്ല, പക്ഷെ അവിടെ ഫാൻ ലൈറ്റ് കിടക്കുക. ഇവൻ വന്ന് ഈ ഫാൻ ലൈറ്റും എല്ലാം ഓഫ് ചെയ്തിട്ട് അകത്ത് ചെന്നപ്പോഴത്തേക്ക് ഇന്റർവ്യൂവിന് ഇവന് മുമ്പേ തന്നെ വന്നിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെ കണ്ടപ്പോഴേ ഇവന് മനസ്സിലായി ഇവന് കിട്ടാൻ ചാൻസ് ഇല്ല. അവനൊക്കെ വലിയ ഹൈഫൈ ആൾക്കാർ, ഇവന് ഈ അപ്പന്റെ വലിയ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ജീവിച്ചതല്ലേ. ഇവൻ ടൈ ഒന്നും കെട്ടാതൊക്കെയാ അവിടെ വന്നിരിക്കുന്നത്, ഒറ്റമരം വലിയ ടൈ ഒക്കെ കെട്ടി വലിയ ഇതിനകത്തൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോഴും ചിന്തിച്ചു അവിടെ ജോലി കിട്ടത്തൊന്നുമില്ല എന്നിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഒരു 3-4 പേരെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവനെ വിളിച്ച് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആൾ ചോദിച്ചു, when you are joining, ആദ്യം ചോദിക്കും നീ എന്നാ ജോയിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു അവനെ വല്ലതായി പോയി, കാര്യം അവനൊരിക്കലും ചിന്തിച്ചില്ല, ജോയിൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല. അല്ലേ, അവർ പറഞ്ഞു വി നോ യു ആർ കോമ്പിറ്റന്റ്, നിന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഞങ്ങൾ കണ്ടു, നീ കോമ്പിറ്റന്റ് ആണ്. പക്ഷെ ഞങ്ങൾ ഇതൊന്നും അല്ല നോക്കിയത്, നിന്നെക്കാളും മാർക്കുള്ളവരൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലായിടത്തും CCTV വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കയറി വരുമ്പോൾ ഈ ഗേറ്റ് ശരിയാക്കുന്ന ആളാണ്, പൈപ്പ് കൂട്ടുന്നത് ആരാണ്, അവനാണ് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടത് വെറും ഇന്റലക്ച്വൽ നോളജ് മാത്രമുള്ള ഒരാളെ അല്ല, ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ഞങ്ങളെ കമ്പനി നോക്കുന്ന ആളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. സോ യു ആർ അപ്പോയിന്റഡ്. അവൻ അന്ന് അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനിരുന്നതാണ്. അവൻ തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവൻ കരഞ്ഞോണ്ട് ചെന്നിട്ട് അപ്പനെ കെട്ടിയൊക്കെ വിളിച്ചു. അല്ലാതെ എന്തോ ചെയ്യാൻ പറ്റുന്നത്. കാര്യം ഇവന് ജോലി കിട്ടിയത് ഇവന്റെ എഡ്യൂക്കേഷൻ കൊണ്ടല്ല, ഇവന് ജോലി കിട്ടിയത് ഇവന്റെ അപ്പനെ അനുസരിച്ചതുകൊണ്ടാണ്. You get my point? മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു തലമുറ, അവൾ ഒരിക്കലും നാശം ഉണ്ടാകും, ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് അടിച്ചു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്നേഹത്തിൽ തന്നെ വേണം. നിങ്ങൾ കുഞ്ഞുങ്ങളെ കോപിപ്പിക്കരുതെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. പിതാക്കന്മാരോട് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ കോപിപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ നിരസിക്കുവാൻ പാടില്ല, അവരെ ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ റിബല്യസ് ആക്കാനായിട്ട് പാടില്ല. റിബല്യസ് ആക്കരുത് പിള്ളേരെ, റിബല്യസ് ആക്കേണ്ട കാര്യമില്ല. ടോക്ക് ടു ദം ഫ്രണ്ട്ലി, വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ഇടപെടും. ദൈവവചനം പഠിപ്പിക്കുക, ദൈവ സ്നേഹം പഠിപ്പിക്കുക. കുടുംബ പ്രാർത്ഥന ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഇന്ന് തീരുമാനിക്കണം, എന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകും. ഞാൻ ആഫ്രിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്യുന്നൊരു കാര്യം അതാണ്. ഞാൻ അവർക്ക് വേണ്ടി ചില ബുക്ക്ലെറ്റ്സും ചെയ്തിട്ടുണ്ട്. ഈ ഫാമിലി പ്രയറിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു ഡെയിലി ഡിവോഷണൽസ് ഇവിടെ കുറച്ച് കോപ്പീസ് ഉണ്ട്. നാളെ കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളിൽ വെച്ച് അത് കൊടുക്കാമെന്ന് പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. സോ യു ഗെറ്റ് ഇറ്റ്, യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ഡെയിലി ഡിവോഷണൽസ്. അവർക്ക് ഓരോരുത്തർക്കും തനിയെ ഇരുന്നാണെങ്കിലും കുടുംബമായിട്ടാണെങ്കിലും ഞങ്ങൾ അവിടെ പറയുന്നത് ഇത് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ അവിടെ ആഫ്രിക്കയിൽ ചെയ്തിരിക്കുന്നത്. അവരുടെ ലാംഗ്വേജ് ചെയ്തിരിക്കുന്നത്, ഇത് ഇംഗ്ലീഷില്ല, പക്ഷെ അവരുടെ ലാംഗ്വേജ് ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അവരുടെ ലാംഗ്വേജ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യം എന്നാണ്, ഒരു 30 days plus 30 days 60 days ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കണം എങ്ങനെയാണ് കുടുംബ പ്രാർത്ഥന. ദൈവവചനത്തിന്റെ ഒരു ഭാഗം വായിക്കണം, അതിനെക്കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം, ഏറ്റവും ഒടുവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഫർദർ റീഡിങ്ങിന് വേണ്ടി അതിനകത്ത് പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് ടൈം റീഡ് ദാറ്റ് ഓൾസോ. ഫർദർ റീഡിങ്
ടേക്ക് ടൈം. ഫാമിലി പ്രയർ, കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു തീരുമാനം എടുക്കണം. ഇതൊക്കെ പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ പറയാനാ വാസ്തവത്തിൽ അത്യാവശ്യമായിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും വായിച്ചു പഠിക്കാം. പക്ഷേ ഈ പ്രായോഗിക കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ പക്ഷെ വായിച്ചു പഠിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രായോഗികമായ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ചിലപ്പോൾ പിള്ളേർക്ക് എന്നോട് ദേഷ്യമൊക്കെ തോന്നുമായിരിക്കും, അതൊക്കെ പിന്നെ അങ്ങ് മാറിക്കോളൂ, കുഴപ്പമില്ല. ഇന്ത്യൻ ദുരിതം വന്ന് ഒരു പ്രായമുള്ള ഒരു കളവൻ വന്നിട്ട് ഇതെല്ലാം കൂടെ പറഞ്ഞു. അവർ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മീശ കൊണ്ട് നനച്ച് ഇങ്ങനെ. ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ എൻ്റെ മീശ നനച്ചാലും ഗ്രേ മുസ്റ്റാക്കുമായിട്ടൊന്നും അല്ല ഞാൻ ഭൂമിയിലേക്ക് വന്നത്. വന്നപ്പോൾ എനിക്ക് ഗ്രേ മുസ്റ്റാക്ക് ഒന്നും ഇല്ലായിരുന്നു. ഒരിക്കൽ ഈ പിള്ളേരെ പോലെ തന്നെയായിരുന്നു ഞാനും. എനിക്കും 12 വയസ്സുണ്ടായിരുന്നു, ഒരിക്കൽ എനിക്കും 17 വയസ്സുണ്ടായിരുന്നു, എനിക്ക് 25 വയസ്സുണ്ടായിരുന്നു. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അല്ലാതെ അന്നേ മീശ കളിച്ചൊന്നും അല്ല ഞാൻ, അന്നേ കളവനൊന്നും അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. പിള്ളേരുടെ പ്രയാസമൊക്കെ മാറിക്കോളൂ, നിങ്ങളുടെ പ്രയാസമോ മാറാൻ താമസം. പക്ഷേ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ആ യേശു വളർന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. അവരുടെ ടീനേജിൽ അവൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. ഹി വാസ് ഒബീഡിയന്റ്. അവിടെ ആ വാക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒബീഡിയന്റ് എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്, കീഴടങ്ങിയിരുന്നു എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. കീഴടങ്ങിയിരുന്നു എന്ന് തന്നെയല്ല, അവൻ മനുഷ്യരുടെയും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. അല്ലെങ്കിൽ അതാണ് അതിനകത്ത് ഒരു പ്രശ്നം. യേശുവ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ. പിള്ളേർ കുഞ്ഞുങ്ങളുമായിട്ട് മറ്റുള്ളവരുമായിട്ട് മനുഷ്യരുമായിട്ട് ഇടപെടണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മലയാള ഭാഷ പറഞ്ഞാൽ മനുഷ്യപ്പറ്റുള്ള പിള്ളേരായിട്ട് വളരണം. അല്ലാതെ മനുഷ്യനെ കണ്ടിട്ടില്ലാത്തതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരരുത്. അവർ വീട്ടിൽ വരുന്നവരുമായിട്ട് ഇടപെടണം, സംസാരിക്കണം, നമ്മുടെ മറ്റ് സഹോദരങ്ങളുമായിട്ട് ഇടപെടണം. അതിന് ഈ സഭയെന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ലാതെ എന്തോന്നാണ്? സഭയിൽ അന്യോന്യമുള്ള കൂട്ടായ്മ വേണം, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ വേണം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം വേണം, പ്രായമുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ വേണം. കുഞ്ഞുങ്ങൾ അവരുടെ പ്രായത്തിൽ മാത്രമുള്ളവരുമായിട്ട് മാത്രം ബന്ധപ്പെട്ടാൽ പോരാ. വീട്ടിൽ വരുന്ന പ്രായമുള്ളവരുമായിട്ടും എല്ലാം നമ്മൾ ഇടപെടാനായിട്ട് പഠിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ പഠിപ്പിക്കണം, എല്ലാവരുമായിട്ടും ഇടപെടണം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പിന്നോട്ട് പോവുകയാണ്. അവിടെ അടുത്തത്, യേശു യുവാവായിരുന്നപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. യുവാവായിരുന്ന യോഹന്നാന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്താണ്? ഒരമ്മയെ കൂടെ അവൻ എടുത്തു. He was ready to take one more mother or take the responsibility of another mother. ഒരുപക്ഷെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ സഹോദരനായിരിക്കും, സഹോദരിയായിരിക്കും. നമ്മൾ ഈ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാവുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് താഴെ പറയുന്നത്, ഇല്ലേ? നമ്മൾ ക്രിസ്തുയേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് ഫിലിപ്പി ലേഖനം നമ്മൾ വായിച്ചതാണ്. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കണം. മറ്റുള്ളവരെ കൂടെ നമ്മളെ ഭാഗമാക്കണം. ഒരു വിശാലമായ കുടുംബമായിരിക്കണം നമ്മളുടേത്. യേശുവിന്റെ അടിയിൽ ഒരു ദിവസം അവൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ അമ്മയും സഹോദരന്മാരും അവനെ കാണാൻ വന്നു നിന്നു. സാധാരണ രീതിയിൽ അവർ ചിന്തിച്ചു, ഞങ്ങൾ യേശുവിന്റെ അമ്മയും സഹോദരന്മാരും ഒക്കെ അല്ലേ, ഇപ്പൊ ഞങ്ങളെ വന്ന് വിളിച്ചു മുന്നേ കൊണ്ട് സ്പെഷ്യൽ സീറ്റെ കൊണ്ട് ഇരുത്തുമെന്നൊക്കെ ചിന്തിച്ചു. യേശു അതൊന്നും ചെയ്തില്ല. കുറച്ചു കഴിഞ്ഞപ്പം ആരെയോ പറഞ്ഞു വിട്ടു വരും, അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരന്മാരും വന്നിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു വിട്ട് കാണും. അവർ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാത്തിരിക്കുന്നു. യേശു പറഞ്ഞു, ഗുഡ്. പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും? എൻ്റെ പിതാവിന്റെ വചനങ്ങളെ കേൾക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. അപ്പൊ കർത്താവ് പറഞ്ഞു, എനിക്ക് ഒരമ്മ മാത്രമല്ല ഉള്ളത്, എനിക്ക് ആയിരക്കണക്കിന് അമ്മമാരുണ്ട്, എനിക്ക് ആയിരക്കണക്കിന് സഹോദരങ്ങളുണ്ട്. ആരാണ്? എൻ്റെ പിതാവിന്റെ വചനങ്ങളെ കേൾക്കുന്നവർ. വിശാലമായ ഒരു യൂണിവേഴ്സൽ ഫാമിലിഹുഡാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. അതാണ് അതിന്റെ ഒരു പതിപ്പാണ് വാസ്തവത്തിൽ ചർച്ച എന്ന് പറയുന്നത്. ചർച്ച് ഈസ് എ ഫാമിലി. അല്ലാതെ ചർച്ച് എന്ന് പറയുന്നത് നമ്മളുടെ റോട്ടറി ക്ലബ്ബ് പോലെ ഒരു ക്ലബ്ബല്ല സഭ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ക്ലബ്ബല്ല സഭ, അതൊരു ഫാമിലിയാണ്. 10,000 25,000 പേര് ഒരുമിച്ച് കൂടിയിരുന്ന് ഒരു ഗിറ്റാർ വായിച്ച് ലൈറ്റ് അതിലെ കൂടെ മിന്നി ഓടി ഒരു മണിക്കൂർ കഴിയുമ്പം ഇറങ്ങിപ്പോകുന്നതല്ല സഭ. ഇന്നിപ്പോ അങ്ങനത്തെ സഭയെ പോകാൻ പിള്ളേർക്കെല്ലാം താല്പര്യം. ചോദ്യവും ഇല്ല, പറച്ചിലും ഇല്ല, ആരാ ഏതാവുന്നു അറിയത്തില്ല, ഒന്നും വേണ്ടല്ലോ, അല്ലേ? സുഖമാണ്. അതായത് നിങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടാൻ പറ്റത്തില്ല,
നിങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ ഇടപെടുകയും വേണ്ട. അടുത്തിരിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അയാളുടെ നീളം എന്താണെന്ന് അറിയത്തില്ല, നിങ്ങളുടെ നീളം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. സഭയാണെന്നാണ് പറയുന്നത്. എന്തോന്ന് സഭ? അതൊക്കെ വെറും പാട്ടുകൂട്ടങ്ങളാണ്. അത് സഭയല്ല. സഭയാണെങ്കിൽ അതൊരു കുടുംബമായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. എന്തെങ്കിലും നിങ്ങൾക്കൊരു ആവശ്യം വരണം, അന്നേരം അറിയാം ഈ സഭ എന്തിയാണ്. കാണത്തില്ല. നിങ്ങളൊരു പ്രതിസന്ധിയുടെ സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, എന്റെ സഹോദര പ്രതിസന്ധിയിൽ ഞാൻ സഹായിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എന്നോട് സഹകരിക്കുന്ന, അതാണ് സഭ എന്ന് പറയുന്നത്. ചർച്ച് ഈസ് എ ഫാമിലി. അത് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, എനിക്ക് ഒരമ്മ മാത്രമല്ല ഉള്ളത്, എനിക്ക് ധാരാളം അമ്മമാർ, എനിക്ക് ധാരാളം സഹോദരങ്ങൾ. എന്റെ പിതാവിന്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവരൊക്കെയും എന്റെ മാതാക്കളും എന്റെ സഹോദരങ്ങളുമാണ്, എന്റെ അമ്മയും സഹോദരങ്ങളുമാണ്. That is church, a universal familyhood. അവരെ ഒരുമിപ്പിച്ച് നിർത്തുന്നതായ ഒരു കാര്യമുണ്ട്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ, പിതാവിന്റെ വചനം കേൾക്കുന്നവർ, എന്റെ പിതാവിനെ അനുസരിക്കുന്നവർ, അങ്ങനെയുള്ള കൂട്ടായ്മയാണ് ചർച്ച എന്ന് പറയുന്നത്. പാട്ടുപാടുന്ന ഞാൻ ഇതിലൊന്നുമല്ല. പക്ഷേ സഭ എന്ന് പറഞ്ഞ ഒരു പാട്ടുകൂട്ടമല്ല. സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്, സഭയ്ക്ക് സ്നേഹമുണ്ട്, സഭയ്ക്ക് സന്തോഷം. അതുകൊണ്ട് അത് ആത്മീക കൂട്ടായ്മയാണ്. ഇറ്റ് ഇസ് നോട്ട്. റോട്ടറി ക്ലബിലും ഉണ്ട് കൂട്ടായ്മയൊക്കെ. ഒരു പരിധി വരെ റോട്ടറി ക്ലബിലും കൂട്ടായ്മയൊക്കെ ഉണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ലയൺസ് ക്ലബിലും റോട്ടറി ക്ലബിലും എല്ലാം കൂട്ടായ്മയൊക്കെ ഉണ്ട്. പക്ഷെ ആ കൂട്ടായ്മ അല്ല ഇവിടുത്തെ കൂട്ടായ്മ, ക്രിസ്തു കേന്ദ്രീകൃതമായ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ പിതാവിന്റെ വാക്കുകളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ. അപ്പൊ അവരാണ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അല്ലാതെ ഒരുമിച്ച് കൂടി പാട്ടുപാടി തിരിച്ചു പോകാനുള്ളതല്ല. അതല്ല ചർച്ച എന്ന് പറയുന്നത്. യേശുവിന്റെ തന്നെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ചർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പാട്ടുകൂട്ടമായിട്ട് മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പിള്ളേർക്ക് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഈ യങ്ങർ ജനറേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ആഗ്രഹമില്ല. എന്ത് റെസ്പോൺസിബിലിറ്റി? ഒരു മനുഷ്യന്റെയും വേദനകളിൽ അവരോട് സൗഹൃദം കാണിക്കാനോ സഹായിക്കാനോ അതിനൊന്നും ഇവർക്ക് മനസ്സില്ല. അതൊന്നും ഇവർ ആഗ്രഹിക്കുന്നുമില്ല. ആരും അവരുടെ ജീവിതത്തിൽ ഇടപെടാനോ അവർക്ക് ആഗ്രഹമില്ല. അവർക്ക് പ്രൈവസി വേണം. ഇൻ their own world. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അവർക്ക് അവരല്ലാതെ വേറെ ആരുമില്ല. അവർക്ക് അവരുടെ ലോകത്തിൽ. അതാണ് ചർച്ച എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ ചിന്ത. എന്നോട് പലപ്പോഴും പിള്ളേർ ചോദിച്ചിട്ടുണ്ട്, why should I go to a church? I have good relation with God. പിന്നെ വല്ലപ്പോഴും ഒക്കെ I go for a worship service. എന്താ വർഷിപ്പ്? അതാണ് വർഷിപ്പ്. എന്തൊന്ന് വർഷിപ്പ്? വർഷിപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോയി പാട്ട് പാടി കൈ ഒന്ന് പൊക്കി വീശി വെച്ച് പോരുന്നതിനാണ് ഒരു വർഷിപ്പ് എന്ന് പറയുന്നത്. വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24/7 പരിപാടിയാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ 2 മണിക്കൂർ നേരത്തേക്കുള്ളതല്ല വർഷിപ്പ്. ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ വർഷിപ്പ് എപ്പോഴാണ് തുടങ്ങുന്നത്? ഒരാളൊരു ചർച്ചിലുള്ള ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ വർഷിപ്പ് എപ്പോഴാണ് തുടങ്ങുന്നത്? അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? Our service ends at 11 o'clock and the worship starts. ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഞങ്ങൾ കൂടി വന്ന് ഞങ്ങളുടെ സർവീസ് 11 മണിക്ക് തീരും. പക്ഷെ അന്നേരം മുതൽ ഞങ്ങളുടെ വർഷിപ്പ് തുടങ്ങുകയാണ്. എന്താ വർഷിപ്പ്? പിന്നെ 24/7 എന്ത് തന്നെയാണ് വർഷിപ്പ്. ഞങ്ങൾ ആരാധിക്കുക, ഞങ്ങളുടെ കർത്താവിനെ ആരാധിക്കുകയാണ്. അല്ലാതെ 2.5 മണിക്കൂർ നേരത്തേക്കുള്ളതല്ല വർഷിപ്പ്. 2.5 മണിക്കൂർ നേരത്തേക്കുള്ള വർഷിപ്പ് എന്ന് പോലും ഇപ്പം പറയത്തില്ലല്ലോ. ഇപ്പം വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പറയുന്നുണ്ട്, ഇത്രയും നേരം നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുകയായിരുന്നു, ഇനി അല്പസമയം നമുക്ക് ആരാധിക്കാം. വചനം കേൾക്കുന്നവനെന്തോന്നാ? അത് കഴിഞ്ഞേ ഉള്ളൂ ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ പാട്ടല്ല. ആരാധനയ്ക്ക് അകത്ത് പാട്ട് ചിലപ്പോൾ നടക്കുമായിരിക്കും, പക്ഷെ ആരാധന പാട്ടല്ല. ആരാധന പ്രസംഗവുമല്ല. ആരാധന ജീവിതമാണ്, സമർപ്പണമാണ്. 24/7 കർത്താവിന് സമർപ്പിക്കുന്നതാണ് ആരാധന. ആരാധനയെ കുറിച്ച് തന്നെ ഒത്തിരി പറയാനുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ അവന്റെ യൂത്ത്, when he was young, അവൻ he was taking responsibilities and his family, അവന്റെ ഫാമിലി ലൈഫിൽ അവന് Jesus was not married, we know that, but his father, his brothers, അത് ഒരു യൂണിവേഴ്സൽ ഫാമിലി ഹുഡിനെ കുറിച്ച് അവൻ പഠിപ്പിക്കുകയാണ്, യേശു പഠിപ്പിക്കുകയാണ്. അത് യേശു നമ്മളെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. എനിക്ക് ഒരു അപ്പനും ഒരു അമ്മയും മാത്രമല്ല ഉള്ളത്. എനിക്ക് 2 സഹോദരങ്ങൾ മാത്രമല്ല ഉള്ളത്. യേശുവിന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരെല്ലാം എൻ്റെ അമ്മയും സഹോദരന്മാരുമാണ്. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പ്രായോഗികമായി
അതാണ് വാസ്തവത്തിൽ യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളിയാവുക എന്ന് പറയുമ്പോൾ. ഇനി നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇൻകാർണേഷന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. 4-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി he was coming down and down and down. അതാണ് നമ്മൾ പറഞ്ഞത്. അവൻ താഴോട്ട് 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 ഇറങ്ങി വന്നു. He gave up his rights and positions. അവന്റെ പൊസിഷൻസ് എല്ലാം അവൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അത് അവനെടുത്ത തീരുമാനമാണ്, അല്ലാതെ അവന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട തീരുമാനമല്ല. അവൻ എടുത്ത തീരുമാനമാണ്. ഇതുപോലെ when you become a Christian, when you want to be a partaker in the divine nature of Jesus, you are taking a decision that I will not stick on, I will not grab my positions and possessions. ഞാൻ ചെയ്യത്തില്ല. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം യേശുവാണ് എൻ്റെ മോഡൽ. ആ യേശു എൻ്റെ പിതാവാണ്. അതുപോലെ യേശു ജീവിച്ച പോലെ ആയിരിക്കും ഞാൻ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയൊരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായാലേ പറ്റുള്ളൂ. യേശു ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള വലിയൊരു മോഹം നമുക്ക് ഉണ്ടായാലേ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറും. അങ്ങനെ ഉണ്ടെങ്കിൽ പൊസിഷനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറും. പ്രസിഡന്റ് ആകാനും സെക്രട്ടറി ആകാനും വഴക്കുണ്ടാക്കത്തില്ല, കാശ് മുടക്കത്തില്ല, ഇലക്ഷന് പോകത്തില്ല, ഒരു കാര്യത്തിലും പോകത്തില്ല. Because man always want to exalt himself and Jesus emptied himself. So പിശാച് എക്സോൾട്ട് ചെയ്യാനാണ് നോക്കുന്നത്. പിശാച് എന്ന് പറഞ്ഞു, ഞാൻ ഉന്നതത്തിൽ കയറും, അത്യുന്നതന്റെ സിംഹാസനത്തോട് എന്റെ സിംഹാസനം നേരെയാക്കും, ഐ വിൽ ബിക്കം ലൈക്ക് ഹിം. അപ്പോൾ എക്സോൾട്ടഡ് ആകാനുള്ള മോഹമാണ് പിശാചിനുണ്ടായിരുന്നത്. ലൂസിഫറിനുണ്ടായിരുന്നത് എക്സോൾട്ടഡ് ആകാനുള്ള മോഹമാണ്. പക്ഷെ യേശുവിനുണ്ടായിരുന്നത് എന്താണ്? എംപ്റ്റി ചെയ്യുക. ഇതിന്റെ കോൺട്രാസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. Anyone who want to exalt himself, that shows that he is not following Jesus, rather he is following Lucifer. ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം അതാണ്. പ്രസംഗകരും പ്രോഫറ്റ്സും മറ്റേ ഇപ്പൊ എല്ലാവരും ഓരോരുത്തരും അതിന്റെ പ്രോഫറ്റ് എന്നുള്ള പേര് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പൊ എനിക്ക് വാട്സാപ്പിൽ ഈ കഴിഞ്ഞ ദിവസം ഇതുവരെ ബ്രദർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാണ് ഇപ്പം എഴുതിയിരിക്കുന്നത് പ്രോഫറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാവരും പ്രോഫറ്റ്. എനിക്കറിയാമല്ലോ എന്നാന്ന് പറഞ്ഞിട്ടില്ല. പ്രോഫറ്റ് എന്ത് കാര്യത്തിന് ഇങ്ങനെയുള്ള പേരുകളുടെ പുറകെ പോകുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടി? അപ്പൊ ആഫ്രിക്കയിലെ മിക്കവാറുള്ള എല്ലാം പ്രോഫറ്റ്. എന്തോ ചെയ്യാണ് പ്രോഫറ്റ് എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഞാൻ ഈയിടെ ഒരു ആഫ്രിക്കൻ ചർച്ചിൽ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് they called me to preach. എന്നാൽ അന്ന് നൈജീരിയയിൽ നിന്ന് നൈജീരിയ എത്യോപ്യ ഒരു പ്രോഫറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു ഇയാൾ വന്നിട്ടുണ്ടെന്നുള്ളത്. അയാൾ എനിക്കറിയത്തില്ല. അവൻ ഞാൻ പ്രസംഗിക്കാനുണ്ടായിരുന്നു, മറ്റേ പുള്ളി കയറി വന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവർ പ്രസംഗിക്കാൻ സമയം കൊടുത്തില്ല. I was preaching. എനിക്കറിയാമല്ല, അന്ന് ഞാൻ പ്രസംഗിച്ചത് ഫോൾസ് പ്രോഫറ്റ്സിനെതിരാണ്. അന്ന് പ്രസംഗിച്ച മുഴുവൻ ഫോൾസ് പ്രോഫറ്റ്സിനെതിരാണ്. അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു 2-3 മിനിറ്റ് 5 മിനിറ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിരിക്കാൻ പറഞ്ഞു. ഇപ്പൊ കയറി വന്നപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു എന്നെ അങ്ങ് പൊക്കി. അതാണ് ഇവരുടെ മറ്റൊരു വലിയ തന്ത്രം. എന്തൊരു മെസ്സേജ് ആയിരുന്നു. ഐ എം ഹിയറിംഗ് സച്ച് എ വണ്ടർഫുൾ മെസ്സേജ് ആഫ്റ്റർ എ ലോങ് ടൈം എന്നൊക്കെ പറഞ്ഞാലൊക്കെ പറഞ്ഞു. എനിക്ക് ഇയാളത്തിന് എന്നെ പൊക്കുന്നത് എന്നറിയോ? പിന്നെ പറഞ്ഞു he told about prophets, but you know there are good prophets also. I am a prophet. പിന്നെ പറഞ്ഞു ഞാൻ സമയമില്ലാതായി പോയി, അല്ലെങ്കിൽ എൻ്റെ കൂടെ 2 സഹോദരിമാർ വന്നിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനാണ്, 2 പെണ്ണുങ്ങളെ കൂടെ നടക്കുക. എന്നറിയാമോ? അവർ നരകത്തിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. അതുകൊണ്ട് അവരെ കൊണ്ട് സാക്ഷി പറയാൻ ഞാൻ കൊണ്ടുവന്നതാണ്. നരകത്തിൽ ചെന്നപ്പോൾ അവർ ആരെയൊക്കെ കണ്ടെന്ന് പറയാൻ വേണ്ടി മൈക്കിൾ ജാക്സനെ കണ്ടു, ആരൊക്കെ പേര് പറയുന്നുണ്ട്. ദൈവം ആരെ നരകത്തിൽ കൊണ്ട് വിട്ടേച്ച് തിരിച്ചു കൊണ്ടുവന്ന് സാക്ഷി പറയാനൊന്നും ആക്കത്തില്ല. സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് സ്വർഗത്തിലെ കാര്യം പറയാൻ ആരെയും ആക്കിയിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ലാസറിന്റെയും ധനവാന്റെയും ഉപമയ്ക്കകത്ത് ധനവാൻ പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ, ഈ ലാസറിനെ ഒന്ന് പറഞ്ഞു വിട് എന്റെ സഹോദരന്മാരുടെ അടുത്ത്. അങ്ങനെ പറഞ്ഞു അവൾക്ക് മോശയും പ്രവാചകന്മാരും, മോസസ് ആൻഡ് പ്രോഫറ്റ്സ്. മോസസ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് ഓൾഡസ്റ്റ് അല്ലെങ്കിൽ യഹൂദന്മാർ പറയുന്നത് ഫുൾ ബൈബിളിനെ കുറിച്ചാണ് പറയുന്നത്. മോസസ് ആൻഡ് പ്രോഫറ്റ്സ്, അതായത് അവർക്ക് മോശയും പ്രവാചകന്മാരും. കാര്യം
പുസ്തകങ്ങൾ മോശ എഴുതിയ ന്യായപ്രമാണവും പിന്നെ പ്രവചന പുസ്തകങ്ങളുമാണ്. അതുകൊണ്ടാണ് മോസസ് ആൻഡ് പ്രൊഫറ്റ്സും. ദേ ഹാവ് മോസസ് ആൻഡ് പ്രൊഫറ്റ്സ്, ദേ ഹാവ് ബൈബിൾ. സ്വർഗത്തിലെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അവർക്ക് ബൈബിളുണ്ടല്ലോ. അവൻ പറഞ്ഞു അങ്ങനല്ല, അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങിച്ചെന്ന് പറയുകയാണെങ്കിൽ അവർ പെട്ടെന്ന് വിശ്വസിക്കും. അബ്രഹാം എന്ന് പറഞ്ഞു അങ്ങനെ വിശ്വസിക്കണ്ട, അങ്ങനെ വിശ്വസിക്കണ്ട. അവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്. മോശയും പ്രവാചകന്മാരും വിശ്വസിക്കാത്തവൻ സ്വർഗത്തിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങിച്ചെന്നാലും വിശ്വസിക്കത്തില്ല. വിശ്വാസത്തിന് വേണ്ടി ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് ബൈബിളാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അതുകൊണ്ട് നരകത്തിൽ എത്ര അറയുണ്ട്, അവിടെ എത്ര വിശാലമുണ്ട്, സ്വർഗത്തിൽ എത്ര അറയുണ്ട്, അതിലേക്കൂടെ എതിരെയാണ് വെള്ളം ഒഴുകുന്നത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതുന്നത് വായിച്ച് വെറുതെ മെനക്കെടുത്തത് സമയം കളയരുത്. കുറെ എണ്ണം അങ്ങനെ എഴുതുന്നുണ്ട്, സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് എഴുതുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. എന്നോട് ഈ അന്ത്യകാലത്ത് ഇത് ചെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനൊന്നും കർത്താവ് ആരോടും പറയത്തില്ല. സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ദൈവം ഉദ്ദേശിച്ചായിരുന്നെങ്കിൽ അത് വേദോസിൽ എഴുതിയ. പൗലോസ് പറയുന്നു, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ ഞാൻ ഉച്ചരിച്ചു കൂടാത്ത things that I cannot speak. ഞാൻ പല കാര്യങ്ങൾ കണ്ടു, പക്ഷേ അത് പറയാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. God said you should not speak that. It is a special revelation I have given to you. അത് നിനക്കുള്ളതാ, നീ അത് ആരോടും പറഞ്ഞു പഠിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കാരണം എന്താണ്? വിശ്വാസത്തിന് ആധാരം എപ്പോഴും എന്തായിരിക്കണം? ഒരാളുടെ ദർശനമാകരുത്. വിശ്വാസത്തിന് ആധാരം ദൈവത്തിന്റെ വചനമായിരിക്കണം. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഇങ്ങനത്തെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും, ഒത്തിരി വായിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ സമയം വെറുതെ പാഴായെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ഒത്തിരി പ്രായോഗികമായ കാര്യങ്ങൾ പറയുന്നതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. യോഹന്നാൻ പറയുന്ന പോലെ നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒത്തിരി പേര് തെറ്റിക്കുന്നവരായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് എന്താണ്, അവൻ ദാസരും അവനെ എക്സോൾട്ട് ചെയ്യാനായിട്ട് നോക്കിയില്ല. ഹി വാസ് എംപ്റ്റിയിങ് ഹിംസെൽഫ്. അവൻ അവനെ തന്നെ താഴ്ത്തി ഒരു സെർവന്റ് ആയിട്ട്, സെർവന്റ് അവൻ താഴോട്ട് വന്നെന്ന് നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടല്ലോ. ഒരു ദാസനല്ല, ഒരു അടിമ ചെയ്യുന്ന ജോലിയാണ് അവൻ ചെയ്തത്. ഒരു അടിമയെ പോലെ അവൻ ജോലി ചെയ്യുക, അല്ലെങ്കിൽ അടിമയുടെ ലെവലിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. എന്നിട്ട് കർത്താവ് കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിൽ, ലൂക്ക് ചാപ്റ്റർ 3 അതിന്റെ വേഴ്സ് 21 onwards വായിക്കുമ്പോഴത്തേക്ക്, now when all the people were Luke that is coming. അത് നമ്മൾ പറയുന്ന കാര്യമാണ്. അവിടെ യോഹന്നാൻ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 22nd chapter 22, Luke chapter 22, അവിടെ അതിന്റെ 24 to 27 വായിക്കുമ്പോഴത്തേക്ക്, 24-ാമത്തെ വാക്യത്തിൽ, എ ഡിസ്പ്യൂട്ട് ഓൾസോ, അവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. അതിന്റെ അടുത്ത വാക്യം, അവനും അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികളെന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെ അല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നതിനെ പോലെയും ആകട്ടെ. നിങ്ങൾ അങ്ങനെ ആകരുത്. നമ്മൾ അങ്ങനെ ആകരുത്. ലോകം വലുതെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ കർത്താവിന്റെ വചനം പറയുന്നതാണ്. വാട്ട് ഈസ് ഗ്രേറ്റ് ഇൻ ദി ഐസ് ഓഫ് ഗാഡ് ഈസ് വാട്ട് ഈസ് ഗ്രേറ്റ് ഇൻ ദി സൈറ്റ് ഓഫ് ഗാഡ് ഈസ് ആൻ അബോമിനേഷൻ ഇൻ ദി ഐസ് ഓഫ് ഗാഡ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അറപ്പാകുന്നു. കർത്താവിന് അറപ്പായി വലിയ ആളാകാനുള്ള മോഹമൊക്കെ കാണുമ്പോഴത്തേക്ക്. കാര്യം കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. കർത്താവ് എപ്പോഴും ചെയ്ത കർത്താവിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന കാര്യം നമ്മൾ കാണും. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ നമ്മളവിടെ
പിറ്റേ ദിവസം പിറ്റേ ദിവസം വേണ്ട, അന്ന് തന്നെയാണെങ്കിലും യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഈ അപ്പം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ എന്തെന്നറിയാമോ? പെർസീവിങ് then that അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നെന്ന് യേശു പറഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിട്ടു. ജനങ്ങൾക്ക് ബോധമില്ല. അവിടെ ജനങ്ങൾ എന്ത് ചെയ്യും? ജനങ്ങൾ പിടിച്ച് രാജാവൊക്കെ ആകും. അപ്പൊ നിന്നു കൊടുക്കരുതെന്ന്. ജനങ്ങൾ നിങ്ങളെ പിടിച്ച് രാജാവാക്കാൻ നോക്കുമ്പോൾ നിന്നു കൊടുക്കരുത്. അതാണ് യേശുവിന്റെ ഭാവം എന്ന് പറയുന്നത്. യേശുവിന്റെ ഭാവം എന്ന് പറയുന്നത് അതാണ്. ജനങ്ങൾ നമ്മളെ കുറിച്ചൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറയും. But we know who we are. When people speak big again about us, we know who we are. നമ്മളാണെന്നാണ് നമുക്കറിയാം. ഇല്ലേ? എക്സോൾട്ടഡ് ആകാനുള്ള ഒരു മോഹം ഉണ്ടാകരുത്. ആളുകൾ പിടിച്ച് ചിലപ്പോൾ രാജാവാക്കാൻ ഒക്കെ പരിശ്രമിച്ചിരിക്കും. പക്ഷെ അന്നേരം പറയണം, അന്നേരം നമുക്ക് അന്നേരം തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോകും. അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു. ഇതായിരിക്കണം നമ്മുടെ അനുഭവം. ആളുകൾ നമ്മളെ കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേട്ടോണ്ടിരിക്കരുത്. ഒന്നുകൂടെ പറഞ്ഞാണ്ട് എന്ന് പറയുന്നത്. അപ്രീസിയേഷൻ കേൾക്കുമ്പോഴത്തേക്ക് അതിന്റെ പുറകെ പോകരുത്. അപ്രീസിയേഷൻ കേൾക്കുമ്പോൾ അതിന്റെ പുറകെ പോകുന്ന പ്രശ്നം എന്ന് പറയാം, സത്യം പറയാൻ പറ്റത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ് കർത്താവിന്റെ അടുത്ത് വരുന്ന ഭാഗം നമ്മൾ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു നിക്കോദിമോസ് എന്ന് പറയുന്ന പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന് പറയുന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ തന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ആരാ പറയുന്നത്? ചില്ലറ പാർട്ടിയൊന്നുമില്ല, യഹൂദന്മാരുടെ പ്രമാണിയാണ്. പിന്നീട് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നിക്കോദിമോസിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. യഹൂദ പ്രമാണിമാരുടെ ഇടയിൽ തന്നെ, അവരുടെ ഇടയിൽ തന്നെ ഒരു ഹയർ ഗ്രേഡിലുള്ള ആളാണ്. കാര്യം പിന്നീടുള്ള പല സന്ദർഭങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട് നിക്കോദിമോസ് അതിനെ എന്താണ് അവരോട് വാദിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി നിക്കോദിമോസ്. ആ നിക്കോദിമോസ് രാത്രിയിൽ യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റബ്ബി, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നീ വന്നത് ദൈവത്തിന്റെ അടുത്ത് നിന്നാണ്. ദൈവത്തിന്റെ അടുത്ത് നിന്നല്ല നീ വന്നതെങ്കിൽ നിനക്ക് ഒരിക്കലും നീ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും കഴിയില്ല. സോ വി നോ ദാറ്റ് യു ആർ കമ്മിങ്, യു ആർ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളായിരുന്നെങ്കിൽ എന്താ പറയും? നമ്മളായിരുന്നു പറയാൻ ചാൻസ് ഉള്ളത്, ബ്രദറെ, പ്രൈസ് ദി ലോർഡ്, ഈ സത്യം ഏതാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടും എന്റെ ശിഷ്യന്മാർ പോലും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. ബ്രദറെ, നാളെ ഒരു ക്രൂസയിലുണ്ട്, വന്നൊന്ന് സാക്ഷി പറയണം ഈ കാര്യം, എല്ലാവരും ഒന്ന് അറിയണം. സത്യമില്ലയോ എന്ന് പറഞ്ഞേനെ. കാര്യം വലിയ ഒരു സാക്ഷ്യം ആരിൽ നിന്നാണ്? വലിയ മന്ത്രിയിൽ നിന്ന്, അല്ലെങ്കിൽ വലിയ ഒരു പ്രമാണിയിൽ നിന്ന് ലഭിക്കുകയാണ്. ഇവിടെ നമ്മൾ നെട്ടോട്ടം ഓടി കാണല്ലോ, കൺവെൻഷൻ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിയെ കിട്ടാനും MLA കിട്ടാനും ആയിട്ട് ഓടി നടക്കുകയാണ്. എന്നിട്ട് രക്ഷിക്കപ്പെടാത്ത അവൻ്റെയൊക്കെ കയ്യിൽ മൈക്ക് കൊടുത്തിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ നമുക്കൊരു മടിയില്ലല്ലോ, ഇല്ലേ? അവന്റെ ഒരു വാക്ക് കേൾക്കാനായിട്ട് എന്നിട്ട് പറയും, മന്ത്രിമാർ ഞങ്ങളുടെ യോഗത്തിന് വന്നായിരുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. നിങ്ങൾ ലോകക്കാരാകാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നതുകൊണ്ട്, നിങ്ങളെ ഞാൻ വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അപ്പൊ ലോകം സ്നേഹിക്കുന്നത് ആരെയാണ്? ലോകക്കാരെയാണ് ലോകം സ്നേഹിക്കുന്നത്. നമ്മൾ പറയല്ലോ, ബ്രദറെ, പണ്ടത്തെ പോലൊന്നും അല്ല ഇപ്പം രാഷ്ട്രീയക്കാർക്ക് പോലും നമ്മളോടൊക്കെ എന്നാ ബഹുമാനമെന്നറിയാമോ? ലോകക്കാർക്കെല്ലാം നമ്മളോടിപ്പം വലിയ കാര്യമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ലോകക്കാരായി പോയി, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ലോകക്കാർ വന്ന്, മന്ത്രി വന്ന് നിങ്ങളെ യോഗത്തിന് വന്നിട്ട് പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നത് അവന് വ്യത്യാസം ഉണ്ടായിട്ടല്ല, നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായതുകൊണ്ട്. യേശു കർത്താവിന്റെ അടുത്ത് ഈ നിക്കോദിമോസ് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് അതിന് ചെവി കൊടുത്തില്ല. കർത്താവ് എന്നാ പറഞ്ഞെന്ന് പറഞ്ഞോ? അടുത്ത വാക്യം എന്താ വായിക്കുന്നത് അറിയാമോ? 3-ാമത്തെ വാക്യം വായിക്കുന്നത്. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. കർത്താവ് പറഞ്ഞു, നിക്കോദിമോസേ, നിന്റെ അപ്രീസിയേഷൻ ഒക്കെ വിളിക്കട്ടെ, ഞാനൊരു സത്യം പറയാം, നീ നരകത്തിലെ മുഖത്തോട് കുഞ്ഞേ. വലിയ അപ്രീസിയേഷൻ കൊണ്ട് അതിന്റെ അർത്ഥം അതാണ്. അതായത് പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും
കഴിയില്ല. നീ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും ഞാൻ ദൈവത്തിന്റെ അടുത്തുനിന്ന് വന്നതാണെന്ന് പറഞ്ഞതുകൊണ്ടും പ്രസംഗത്തെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടും ഒന്നും നീ എന്ത് ചെയ്യത്തില്ല, സ്വർഗത്തിൽ പോകുന്നില്ല. നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നീ നരകത്തിലേ പോകത്തുള്ളൂ. വലിയ അപ്രീസിയേഷനും കൊണ്ട് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു നീ നരകത്തിൽ പോകും. അത് പറയാനുള്ള സങ്കടം ഉണ്ടായത് ഈ അപ്രീസിയേഷൻ ഏറ്റെടുക്കാത്തത് കൊണ്ടാണ്. അപ്രീസിയേഷൻ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാർ കാണും. ചിലപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് പറയുന്ന ആൾക്കാണെന്നെ കേക്ക് ഇപ്പൊ പറയുന്നതിനകത്ത് തെറ്റുണ്ടോ ഇല്ലയൊന്നുമല്ല. സ്പർജന്റെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ പ്രസംഗം ഉണ്ടല്ലോ ഭയങ്കര പ്രസംഗമായിരുന്നു കേട്ടോ, ഇതുപോലൊരു പ്രസംഗം ഞാൻ ഇതുവരെ കേട്ടില്ല. ഉടനെ സ്പർജൻ പറഞ്ഞു, ഇത് നിങ്ങളല്ല ആദ്യം എന്നോട് പറയുന്നത്. പിന്നെ അല്ല, ഞാനല്ലേ ഇപ്പം മീറ്റിംഗ് കൊണ്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ. അതെ, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സാധാരണ എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര പ്രസംഗമാണെന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ഭാവം എന്ന് പറയുന്നത് ഈ അപ്രീസിയേഷന്റെ പുറകെ ഓടുന്നതല്ല. യേശുവിന്റെ ഭാവം എന്ന് പറയുന്നത് സത്യം സംസാരിക്കുന്നതാണ്. അവന്റെ മിനിസ്ട്രിയിൽ അവൻ എപ്പോഴും സത്യം സംസാരിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അവൻ അത് ചെയ്യുന്നു. ഹി വാസ് ഓൾവേസ് സ്പീക്കിംഗ് ദ ട്രൂത്ത്. അവൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള പല ആളുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ പല പല ദിവസങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ ഭാവത്തെ കുറിച്ച് പറയാൻ വേദപുസ്തകത്തിലുണ്ട്. അതിനകത്ത് ഞാൻ ഏറ്റവും നക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾ പഠിച്ചെടുക്കുക. അവിടെ ആ ഒരു ഭാവം അല്ലെങ്കിൽ മനുഷ്യന്റെ അപ്രീസിയേഷൻ, മനുഷ്യന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള ഒരു ഭാഗം എന്ന് പറയാം. അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ ക്യാരക്ടറിന് യോജിക്കുന്നതല്ല. And he was acting as if he is a slave. ഒരു സ്ലേവിന്റെ, ഒരു അടിമയുടെ രൂപമാണ് അവൻ എടുത്തത്. ദാസരൂപം എടുത്തത് അടിമയുടെ. അവനത് ജീവിതത്തിൽ തെളിയിച്ചു കൊടുത്തു. എല്ലാവരും ആരാകുന്നു വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ആരും കാല് കഴുകാൻ തയ്യാറല്ല. കാര്യം കാല് കഴിയാൻ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് അടിമയായി പോകും. ചെറിയ ആളായിട്ട് ചിന്തിക്കും, ഇല്ലേ? ഇപ്പൊ ഈ യേശു പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ആഫ്രിക്കയിലെ വെച്ച് മനസ്സിലാവും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊക്കെ ഈ എളിമ കുറെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരാളുടെ എളിമ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, കണ്ടോ അയാൾ ഇത്രയും വലിയ ആളായിട്ടും എന്താ എളിമ കാണിച്ചിട്ടുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി പോകുന്ന വഴിക്ക് വഴിയിലെ കടയിൽ നിന്ന് ചായ കുടിച്ചപ്പോഴത്തേക്ക് ആൾക്കാർ കൊണ്ടു അയാൾ എന്തോ ഒരു എളിമയുള്ള ആളാണ്, അതൊരു അയാളുടെ മൈലേജ് കൂട്ടിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ എളിമയുള്ള ആളായിട്ടങ്ങ് അറിയപ്പെട്ടു. അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല. പക്ഷെ ചില രാജ്യങ്ങളുടെ പ്രത്യേകത, പ്രത്യേകിച്ച് റോമൻ പശ്ചാത്തലത്തിൽ ഒരാൾ എളിമ കാണിച്ചാൽ അതിന്റെ അർത്ഥം അവന്റെ ഇടപാട് തീർന്നെന്നാണ്. കാര്യം അവന് കഴിവില്ലാത്തത് കൊണ്ടാണ് അവൻ എളിമ കാണിക്കുന്നത്. കാര്യം റോമൻ പശ്ചാത്തലത്തിൽ അവർ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പവറാണ്. അധികാരമുള്ളവൻ അധികാരം കാണിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. പക്ഷേ മഹത്തുക്കൾ എന്ത് ചെയ്യുന്നെന്ന് അവിടെ പറഞ്ഞത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചിരുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മളിപ്പോ വായിച്ച ഭാഗം തന്നെ അതിന്റെ 22-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? 24 വേഴ്സ് 24. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. എന്റെ കാര്യം എന്താണ്? അവനും അവരോട് പറഞ്ഞത് ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തും, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരി എന്ന് പറയുന്നു, അല്ലെങ്കിൽ വലിയവൻ എന്ന് പറയുന്നു. അധികാരം നടത്തുന്നവനാണ് ഉപകാരം. അധികാരം നടത്തണം. അധികാരം നടത്തിയില്ലെങ്കിൽ അവനെ ചെറിയവനായിട്ട് കണക്കാക്കും. ചെറിയവനാണ്. ഞാൻ പണ്ട് ടാൻസാനിയയിലൊക്കെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചെന്ന ഉടനെ നമ്മുടെ ബാഗ് ഇതൊക്കെ അവർ എടുത്തുകൊണ്ട് പോയി നമ്മളവിടെ പുറകെ നടക്കണം. അതാണ് ഒരു പതിവ്. അതിന് 2 കാര്യങ്ങളുണ്ട്. ഞാൻ ചിന്തിച്ചത് അവര് നമ്മളോടുള്ള ബഹുമാനമൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം നമ്മളെ ബാഗൊക്കെ എടുക്കുകയാണ്. അപ്പം എൻ്റെ കൂടെ ഒരു പാസ്റ്റർ ഉണ്ട്, അവിടുത്തെ ഒരു പാസ്റ്റർ. പുള്ളി ചെല്ലുമ്പോൾ ആരെങ്കിലും ബൈബിൾ വാങ്ങി പിന്നെ പുള്ളി ഇങ്ങനെ നടക്കത്തു, ഇങ്ങനെ കൈയൊക്കെ കാണിച്ചു. അപ്പൊ എന്റെ കയ്യിൽ വലിയൊരു ലാപ്ടോപ്പിന്റെ ബാഗ് എടുക്കുന്നുണ്ട്. എന്റെ ബാഗ് എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ കൊടുത്തില്ല. അപ്പൊ കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് ഉണ്ടായ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അവർ ചിന്തിച്ചത് ഇവൻ വലിയ ഗുണമുള്ളതൊന്നും അല്ല, അങ്ങനെ ആരെങ്കിലും ബാഗ് തന്നേ. കാര്യം ഇവൻ ഈ ബാഗ് ചുമ്മാൻ
ഇവന് ബാഗ് ചുമ്മാനുള്ള യോഗ്യത ഉള്ളൂ എന്നാണ് അവര് ചിന്തിച്ചത്. അല്ലാതെ നമ്മുടെ മഹിമയായിട്ടൊന്നും അവര് ചിന്തിച്ചൊന്നുമില്ല. അപ്പൊ എളിമ കാണിച്ചാൽ അവിടെ വലിയ രക്ഷമൊന്നും ഇല്ല. നമ്മളിത് കാണിക്കാതിരിക്കണമെന്നൊന്നും അല്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇവന്മാർ ഈ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നതിന്റെ കാര്യം എന്നറിയാമോ? നമ്മൾ എവിടെ ഇരിക്കേണ്ടത് എന്നുള്ളത് നമ്മളെ കാണിക്കാനാ. നമ്മൾ ഇരിക്കേണ്ടതിന്റെ മുമ്പിൽ കൊണ്ടുവെക്കും. കാര്യം അവിടെ ഇവിടെ കയറി ഇരിക്കാതിരിക്കാനാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ അതൊക്കെ അവർ ഭയങ്കര ആഫ്രിക്കൻസ് ചില രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ഇതാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് എനിക്ക് അവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റില്ല. എനിക്ക് അവരൊരു സീറ്റ് അസൈൻ ചെയ്തുകൊണ്ട് അവിടെ മാത്രമേ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ബൈബിൾ എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് വെക്കും. ഞാൻ അവിടെ ഇരുന്നോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോമിന്റെ പശ്ചാത്തലത്തിൽ അധികാരം കാണിക്കാത്തവൻ അഥവാ ഒരു ദാസന്റെ ജോലി ചെയ്താൽ എല്ലാവരും അവനെ മഹിമയോടെ അല്ല നോക്കുന്നത്. All people are looking down to him. ഒരു അടിമ ചെയ്യുന്ന ജോലി ഒരുത്തൻ ഒരു മഹിമയുള്ളവൻ ചെയ്താൽ അവന്റെ മഹത്വമാണെന്ന് അവർ കണക്കാക്കത്തില്ല. പ്രത്യുത അവൻ യോഗ്യതയില്ലാത്തവനാണെന്നേ കണക്കാക്കത്തുള്ളൂ. ഒരിക്കൽ ചെയ്താൽ പിന്നെ എന്നും അവൻ അടിമയായിട്ട് കണക്കാക്കപ്പെടുന്നു. ആ സാഹചര്യത്തിലാണ് കർത്താവ് ഇത് കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് കാണിക്കാൻ ഇപ്പൊ നമുക്കാണെങ്കിലും പറയുമല്ലോ, കണ്ടോ കർത്താവ് എത്ര എളിമയുള്ളവൻ. ഇപ്പൊ പത്രോസ് ഇത് കാണിച്ചായിരുന്നെങ്കിൽ നമ്മളെന്താ പറയും? കണ്ടോ പത്രോസ് വളരെ എളിമയുള്ള ആളാണ്. പക്ഷേ പത്രോസ് ഇത് കാണിച്ചു കഴിഞ്ഞാൽ പത്രോസിന് അറിയാം പിന്നെ നാളെ തൊട്ട് അവനായിരിക്കും ശിഷ്യന്മാരുടെ ഏറ്റവും കുറഞ്ഞ ആള്. ആ ഒരു സാഹചര്യത്തിലാണ് കർത്താവ് പറയുന്നത്, അവരോട് പറയുന്നത് ജാതികളുടെ രാജാക്കന്മാർ അവര് കർത്തൃത്വം നടത്തും. വലിയ ആള് കർത്താവാണ്, കർത്തൃത്വം നടത്തും. അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ബെനഫാക്ടേഴ്സ് പറയുമ്പോഴത്തേക്ക് ഉയർന്ന ആളുകൾ എന്ന് പറയുന്നു. അധികാരം നടത്തുന്നവനെയാണ് അവർ ബഹുമാനിക്കുന്നത്. എന്നാൽ അടുത്ത വാക്യത്തിൽ നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. അപ്പൊ അവനാണ് വലിയവൻ. ഞാൻ ചിലപ്പം ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഇവൻ എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി പേര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നല്ല പൊസിഷനിലൊക്കെ ഉള്ളവരുണ്ട്. അപ്പം ഞാനിപ്പം ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സെക്രട്ടറി ചിലപ്പം പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ അവിടെ വലിയ ആൾ, പാർട്ടി സെക്രട്ടറി എൻ്റെ ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു. അപ്പൊ അപ്പുറത്ത് ഒരു മൂലയിൽ ചിലപ്പോൾ ഒരു ചെറുക്കൻ ദേശാഭിമാനി വായിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരിക്കും. 2 ചായ. അപ്പം അവൻ വലിയ മൂലയിലിരിക്കുന്ന ഗ്ലാസ് ഒക്കെ എടുത്ത് താഴെ പോയി ഏതെങ്കിലും ചായകളെന്ന് 2 ചായയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ കൊണ്ട് തരും. ചായ കൊണ്ടുവന്ന അവനാണോ വലിയത്, അതോ ചായ ഓർഡർ ചെയ്ത പാർട്ടി സെക്രട്ടറി ആണോ വലുത്? ഓർഡർ ചെയ്ത പാർട്ടി സെക്രട്ടറിയാണ് വലിയ ആൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചായ കൊണ്ടുവന്നവനെ ആരും ബഹുമാനിക്കത്തൊന്നുമില്ല. പക്ഷേ ദൈവരാജ്യത്തിൽ നേരെ തിരിച്ചാണ്. ദൈവരാജ്യത്തിൽ ചായ എടുക്കാൻ പോയവനാണ് വലിയ ആള്, സെക്രട്ടറി അല്ല വലിയ ആള്. ദൈവരാജ്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ ചിന്തകളുടെ നേരെ വിപരീത ദിശയിലാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാത്റൂം ക്ലീൻ ആക്കുന്നവൻ ആരാണോ അവനാ ഇവിടുത്തെ ഈ സഭയിലെ ഏറ്റവും വലിയ ആൾ. ദൈവസഭയുടെ സിസ്റ്റം അനുസരിച്ച് വാഷ്റൂം എല്ലാം നല്ല നീറ്റാക്കി എല്ലാം ക്ലീൻ ആക്കി ഇടുന്ന ആരാണോ, വന്നു കഴിഞ്ഞിട്ടെല്ലാം പാഴ പിടിച്ചെല്ലാം ക്ലീൻ ആക്കി ഇടുന്ന അയാളാണ് വലിയ ആൾ. അത് പക്ഷെ ലോകപ്രകാരം നമുക്ക് തോന്നത്തില്ല. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ആരാണ് വലിയവൻ? ഏറ്റവും ചെറിയ ശുശ്രൂഷ ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ഞങ്ങളൊരു മിഷണറി ഉണ്ട്, അവന് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഹൂ ഈസ് എ ലീഡർ? എ ലീഡർ ഈസ് എ പേഴ്സൺ ഹൂ സെർവ്സ്. ആരാണ് ലീഡർ, നായകൻ എന്ന് ചോദിച്ചാൽ ശുശ്രൂഷിക്കുന്നവനാണ് നായകൻ. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എത്ര പേരെ ശുശ്രൂഷിക്കുന്നുവോ അത്രയും പേരുടെ നായകനാണ് നിങ്ങൾ. നേരെ തിരിച്ചാണ് സമൂഹം പറയുന്നത്. നിങ്ങളെ എത്ര പേര് സേവിക്കുന്നോ ശുശ്രൂഷിക്കുന്നോ അത്രയും പേരുടെ നായകനാണെന്നല്ലേ പറയേണ്ടത്. പക്ഷെ ഇവൻ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ എത്ര പേരെ ശുശ്രൂഷിക്കുന്നുവോ അത്രയും പേരുടെ നായകനാണ്. അതാണ് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാണെങ്കിൽ
അവൻ എല്ലാവരെയും ശുശ്രൂഷിക്കാനാണ് നോക്കുന്നത്. അവൻ എല്ലാവരെയും സേവിക്കുവാനാണ് നോക്കുന്നത്. അവൻ എല്ലാവരുടെയും ചെറിയവനാകുവാനാണ് നോക്കുന്നത്. വലിയവനാകുവാനല്ല, എപ്പോഴും ചെറിയവനാകുവാനാണ്, ഒരു സ്ലേവ് ആകുവാൻ, ഒരു അടിമയാകുവാനാണ് അവന്റെ വിളി എന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നു. ഇനി അടുത്തതായിട്ട് മുന്നോട്ട് പോകട്ടെ. ഞാൻ കുറെ കൂടെ പെട്ടെന്ന് വേറെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ശുശ്രൂഷയിലേക്ക് കർത്താവ് വരുന്ന സന്ദർഭത്തിലേക്ക് വരിക. ഇടയ്ക്കുള്ള പല കാര്യങ്ങൾ വിട്ടിട്ട് ഞാൻ പറയാം. ശുശ്രൂഷയിലേക്ക് കർത്താവ് വരുമ്പോൾ അവന്റെ 30-ാമത്തെ വയസ്സ്, നമ്മളിതുവരെ യൂത്ത് വരെയൊക്കെയാണ് ആലോചിച്ചത്. At the age of 30 he was entering into ministry. 30-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യുന്നു? അവൻ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ he started his ministry through baptism. ബാപ്റ്റിസത്തിലൂടെയാണ് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത്? അവന്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ആദ്യ പടിയായിട്ട് he was taking baptism എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ chapter 3, Luke chapter 3 അതിന്റെ verse 21 വായിക്കുമ്പോൾ, now when all the people were baptized and when Jesus also had been baptized and was praying, the heaven was opened and the Holy Spirit descended upon him in bodily form. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ എല്ലാവരും വന്ന് 21-ാമത്തെ വാക്യത്തില് ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ, അപ്പൊ ജനമെല്ലാം സ്നാനമേറ്റപ്പോൾ ആരും സ്നാനമേറ്റു? യേശുവും സ്നാനമേറ്റു. യേശു ഒന്ന് സ്നാനമേറ്റപ്പോൾ അവിടെ സംഭവിക്കുന്ന അടുത്ത വാക്യത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവുന്നതുപോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. നമുക്കറിയാവുന്നതുപോലെ യോഹന്നാന്റെ അടുക്കൽ കർത്താവ് ബാപ്റ്റിസം എടുക്കാൻ വരുന്ന സമയത്ത് അവിടെ യേശു, നമ്മൾ പലപ്പോഴും ചിന്തിക്കും യേശു എന്തിനാണ് സ്നാനം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, വൈ ജീസസ് ടു ബാപ്റ്റിസം. ബാപ്റ്റിസം, യേശു ബാപ്റ്റിസം ഏൽക്കാനുള്ള കാര്യം എന്താണ്? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ, നമുക്ക് വീണ്ടും ഈ ഭാഗത്തേക്ക് മടങ്ങി വരണം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13, അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കര അവന്റെ അടുക്കൽ വന്നു. അന്ന് യോഹന്നാൻ സ്നാനം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാനസാന്തരപ്പെടുന്നവരെയാണ്. അതിന് മുമ്പ് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, ഞാനോ നിങ്ങളെ മാനസാന്തരത്തിനായി സ്നാനം ഏൽപ്പിക്കുന്നു എന്നേ ഉള്ളൂ. പരീശന്മാർ വന്നപ്പോഴത്തേക്ക്, പരീശന്മാരും ശാസ്ത്രമാരും വന്നപ്പോൾ പറയുന്നു. അപ്പോൾ യേശുവിന്റെ സ്നാനം എന്തിനു വേണ്ടിയുള്ളതാണ്? യോഹന്നാൻ സ്നാനം കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? മാനസാന്തരപ്പെടാനുള്ളവർക്കാണ്, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുവാൻ തീരുമാനമെടുക്കുന്നവർക്കാണ്. ആ സ്നാനം യേശുവിന് ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം യേശുവിന് മാനസാന്തരം ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് യേശു സ്നാനമേറ്റത് മാനസാന്തരപ്പെടാനല്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, സ്നാനമേൽക്കുമ്പോൾ അന്നത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് സ്നാനപ്പെടുന്ന ആൾ ഏത് ഗ്രൂപ്പിന്റെ ഭാഗമാണോ ആ ഗ്രൂപ്പിലെ സ്നാനപ്പെടുത്തുന്നയാൾ, സ്നാപകൻ ഏത് ഗ്രൂപ്പിന്റെ ആളാണോ ആ ഗ്രൂപ്പിലേക്ക് സ്നാനപ്പെടുന്നയാൾ ചേരുക. ഇപ്പോൾ അന്ന് എസൈന്യർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ എസൈന്യരിലേക്ക് ആളുകൾ സ്നാനമേറ്റി ചേരുവാണ്. എസൈന്യരുടെ പ്രത്യേകത, അവര് നോർമലി they don't get married and they eat vegetables, only vegetarian, and they live in the wilderness. യഹൂദിയ മരുഭൂമിയിൽ, കുമ്രാൻ മരുഭൂമിയിലാണ് ഇവരെ കുമ്രാൻ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുന്നത് എസൈന്യർ. യോഹന്നാൻ അവരിൽ ഒരാളായിരുന്നു എന്നാണ് പൊതുവെ ചിന്തിക്കപ്പെടുന്നത്. കാര്യം he is also coming from മരുഭൂമിയിൽ, വിൽഡർനെസ്സിൽ നിന്നാണ് വരുന്നത്. മരുഭൂമിയിൽ നിന്നാണ് യോഹന്നാൻ വരുന്നത്. യോഹന്നാൻ വിവാഹം കഴിച്ചിരുന്നില്ല. ആൻഡ് ഓൾസോ യോഹന്നാൻ വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിക്കും എന്ന് പറയുന്നത്, വെട്ടുക്കിളി നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ വെജിറ്റബിൾ. ലോക്കസ് നമ്മൾ പറയുന്നത് ഒരു വെജിറ്റബിൾ. ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിന്റെ ഫിംഗർ ഒന്നുമല്ല, ലോക്കസ്റ്റിന്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ വെട്ടുക്കിളിയുടെ ഷേപ്പിലുള്ള ഒരു വെജിറ്റബിൾ ആണ് എന്നാണ് അവിടെ പറയുന്നത്. അവിടെ നമ്മൾ when we read other books we understand that. അപ്പൊ ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത, അവര് വേദപുസ്തകം they were writing or producing more copies of the Bible
അങ്ങനെയാണ് നമുക്കിപ്പോൾ കുമ്പ്രാൻ ചുരുളുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടതാണ്. ഈ കുമ്പ്രാൻ ചുരുളുകളൊക്കെ കിട്ടിയത് അവര് അന്ന് എഴുതി സൂക്ഷിച്ചതായ ബൈബിളുകളാണ്. എന്ന് തന്നെയല്ല, അവർ ഒത്തിരി പയസാണ്, ജീവിതത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അവര് യഹൂദ്യ മരുഭൂമിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ഗുഹകളിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവര് ഏറ്റവും പ്രധാനമായി ചെയ്തത് ബൈബിളുകളുടെ ചുരുളുകൾ പകർത്തി എഴുതുകയായിരുന്നു. അങ്ങനെയുള്ള ഈ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരാൾ ചേരണമെങ്കിൽ, ഒരു നോർമൽ ജ്യൂ ചേരുകയാണെങ്കിൽ, ഒരു കുമ്പ്രാൻ കമ്മ്യൂണിറ്റിയിലെ ആള് ഇവനെ ബാപ്റ്റിസം കൊടുക്കും. ബാപ്റ്റിസം കൊടുക്കുമ്പോൾ അവൻ പറയുന്നത്, ഇന്നലെ വരെ ഞാൻ ഒരു സാധാരണ യഹൂദനായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ ഈ കുമ്പ്രാൻ സമൂഹത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ കുമ്പ്രാൻ സമൂഹത്തിലേക്ക് ഇവൻ കയറുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. കുമ്പ്രാൻ കമ്മ്യൂണിറ്റിയിലേക്ക് ഇവൻ പ്രവേശിക്കുക. അപ്പൊ സ്നാപകന്റെ സമൂഹത്തിലേക്കാണ് സ്നാനപ്പെടുന്നവൻ ചേരുന്നത്. അതുകൊണ്ട് യോഹന്നാന്റെ കീഴിൽ യേശു സ്നാനമേൽക്കാൻ വന്നപ്പോൾ യോഹന്നാൻ എന്ത് പറഞ്ഞു? അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. അതായത് യോഹന്നാൻ പറയാണ്, നീ എന്തായി കാണിക്കുന്നത്? നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്ക് ആവശ്യം. അതായത് എന്റെ ജീവിതത്തിലെ നീ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയൻ, ഞാൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികൻ. എന്റെ മോഹം മുഴുവൻ എങ്ങനെയെങ്കിലും നിന്നെ പോലെ ആകണമെന്ന്. അതുകൊണ്ട് നീയാണ് എന്നെ സ്നാനപ്പെടുത്തുന്നത്, അല്ലാതെ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുകയല്ല. അപ്പോൾ യേശു എന്ത് പറഞ്ഞു? യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാണ് അവനെ സമ്മതിച്ചു. സകല നീതിയും നിർവഹിക്കുന്ന ഉചിതം. അതായത് യോഹന്നാനോട് യേശു പറഞ്ഞു, അത് ശരിയാണ്, ഇപ്പൊ സമ്മതിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ പറഞ്ഞതിനെ യേശു എതിർക്കുന്നില്ല. കാര്യം യേശു സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയൻ, യോഹന്നാൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമിക മനുഷ്യൻ. അതുകൊണ്ട് ഭൗമിക മനുഷ്യനായ യോഹന്നാൻ യേശുവിനെ പോലാകാനാണ് മോഹം. പിന്നെന്തിനാണ് യേശു തിരിച്ച് യോഹന്നാന്റെ കീഴിൽ സ്നാനം ഏൽക്കുന്നത്? കർത്താവ് പറയുന്നത് അറിയാമോ? യെസ്, ഐ വോണ്ട് ടു ഐഡന്റിഫൈ വിത്ത് ദ മാൻകൈൻഡ് ഫസ്റ്റ്. എനിക്ക് ഭൂമിയിലെ ജനങ്ങളോട് ഏകീഭവിക്കണം, മനുഷ്യനോട് ഏകീഭവിക്കണം. അതിനാണ് യേശു വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനമേൽക്കുന്നത്. See, that's what we understand. അവിടെ നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ പല വാക്യങ്ങൾ ഇങ്ങനെ മാറി മാറി പോകുന്നത് കൊണ്ട് ഒരു പ്രശ്നമുണ്ട്. When we read the book of Hebrews, എബ്രായ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ യേശുവിന്റെ ഈ ഏകീഭാവം, മനുഷ്യനോടുള്ള ഏകീഭാവത്തെ കുറിച്ച് കൃത്യമായിട്ട് അവിടെ ചില വാക്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ അവിടെ നമ്മള് ഒത്തിരി വാക്യങ്ങൾ വായിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മള് ചാപ്റ്റർ 2, ഹീബ്രൂസ് ചാപ്റ്റർ 2 നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 9-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം. 9-ാമത്തെ വാക്യം മുതൽ 2:9. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. താഴോട്ട് വായിക്കാം. സകലത്തിലും ലാക്കും സകലത്തിലും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അടുത്ത വാക്യം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമത്തെ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവവും എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. ഓക്കെ, 14-ാമത്തെ വാക്യം. മക്കൾ ജലരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജലരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. അടുത്തത് ദൂതന്മാരെ. ഓക്കെ, അവിടെ ഈ വാക്യം ഒന്നുകൂടെ നമ്മൾ നോക്കിയാൽ, സിൻസ് therefore the children share in flesh and blood, he himself likewise partook the same nature. മലയാളത്തിൽ മക്കൾ ജലരക്തങ്ങളോട് കൂടിയവരാണ്, അവനും അവരെ പോലെ ജലരക്തങ്ങളോട് കൂടിയവരായി. മലയാളത്തിൽ ആ വാക്യം അത്രയും കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അതായത് ജീസസ് took the part or partake. നമ്മൾ ഈ ദിവ്യ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വാക്കുണ്ടല്ലോ, പാർട്ടേക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്താണ്? Since therefore the children share in flesh and blood,
he himself likewise partook the same nature that through death. Okay, partook the same nature. അതായത് യേശു ആദ്യം മനുഷ്യനെ പോലായി. എന്തിനാണെന്നറിയാമോ? നമ്മളെ യേശുവിനെ പോലാക്കാൻ. അപ്പോൾ യേശുവിന് ഇപ്പം he has all the right to ask me to become like him, because Jesus says, you know, I came to this world and I took the form of a man. I partook നിന്റെ നേച്ചർ ഞാൻ എടുത്തു, അതുകൊണ്ട് എന്റെ നേച്ചർ നീ എടുക്കണം. അപ്പോൾ ബാപ്റ്റിസത്തിൽ ദൈവം യേശു പറയുന്നത്, I am identifying with mankind. ഞാൻ മനുഷ്യവർഗത്തോട് ഏകീഭവിക്കുന്നു. മനുഷ്യവർഗത്തോട്, ആ മനുഷ്യവർഗത്തോട് ഏകീഭവിക്കുന്നു. അതിനാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് തന്നെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതെല്ലാം അതാണ്, ഇല്ലേ? അവൻ താഴോട്ട് ഇറങ്ങി വന്നു മനുഷ്യവർഗത്തോട് ഏകീഭവിക്കാനായിട്ട്. അങ്ങനെ ഇറങ്ങി വന്നവനായ യേശു അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, I am identifying with mankind. അപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് കർത്താവ് പറയുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതായത് സ്വർഗീയ തൃത്വത്തിലെ ഗോഡ് ഹെഡിലെ അവരുടെ സുപ്രീം കൗൺസിലിന്റെ തീരുമാനമായിരുന്നു എന്ത്? തൃത്വത്തിൽ രണ്ടാമനായ യേശു ഭൂമിയിൽ പോയി മനുഷ്യവർഗത്തോട് ഏകീഭവിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യവർഗത്തെ കൈപിടിച്ച് ഉയർത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളത് സ്വർഗത്തിന്റെ സുപ്രീം കൗൺസിൽ, ദ ഗോഡ് ഹെഡ് തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൽ യേശു ഉറച്ചു നിന്നു. ആ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, എന്ത്? ഇവൻ എന്റെ പ്രിയപുത്രൻ. കാര്യം എന്ത് തീരുമാനം സുപ്രീം കൗൺസിൽ എടുത്തോ അതിവൻ നിർവഹിച്ചിരിക്കുന്നു. മനുഷ്യവർഗത്തോട് ഏകീഭവിച്ചിരിക്കുന്നു. സകല വിധത്തിലും മനുഷ്യവർഗത്തോട് ഏകീഭവിച്ചിരിക്കുന്നതാണ്. ചെറിയ ചില കാര്യങ്ങളിലല്ല, ഇൻ എവ്രിതിങ്, എല്ലാ കാര്യത്തിലും അവൻ മനുഷ്യവർഗത്തോട് ഏകീഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നതായ കാര്യം. അവിടെ ദൈവകൃപയാൽ 9-ാമത്തെ വാക്യം നമ്മൾ വായിച്ചതാണ്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ. അപ്പോ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു. എന്തുകൊണ്ടാണ് ദൂതന്മാരിൽ ഒരു താഴ്ച യേശുവിന് വന്നത്? ദൂതന്മാരെക്കാൾ എന്ത് കുറവാണ് യേശുവിനുള്ളത്? ദൂതന്മാർക്ക് മരണമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പക്ഷെ യേശു എന്ത് ചെയ്തു? മരണത്തിന് പോലും തീരുമാനമെടുത്തു. അല്ലാതെ വേറെ ഒരു കാര്യത്തിനും ദൂതന്മാരെക്കാൾ യേശു കുറഞ്ഞവനാണെന്നല്ല അർത്ഥം. മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ അവൻ ദൂതന്മാരെക്കാളും അല്പം താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നമ്മൾ കാണുന്നു. അതാണ് യേശു എടുത്ത തീരുമാനം. അവിടെ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. കാര്യം എല്ലാ കാര്യത്തിനും ഒന്നുപോലെ, ഏത് കാര്യത്തിലും എന്നോട് ഏകീഭവിക്കുവാൻ കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവ് എല്ലാ കാര്യത്തിലും എന്നോട് ഏകീഭവിച്ചു. ഇൻ എവ്രിതിങ്. ഒരു കാര്യത്തിൽ എന്നോട് ഏകീഭവിക്കാതിരുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് യേശു അനുഭവിക്കാത്ത ഒരു കാര്യം നമ്മൾ അനുഭവിച്ച് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിൽ. യേശു വന്നത് റോമൻ സീസറിന്റെ മോനായിട്ട് വന്നാലും യേശു വലിയ ത്യാഗമാണ് ചെയ്തത്. പക്ഷേ റോമൻ സീസറിന്റെ മോനായിട്ടല്ല യേശു വന്നത്. ഹേരോദാവിന്റെ മകനായിട്ട് വന്നാലും വലിയ ത്യാഗമാണ്. പക്ഷെ ഹേരോദാവിന്റെ മകനായിട്ടല്ല വന്നത്. യോസഫിന്റെ മകനായി വന്നപ്പോൾ തന്നെ അവന്റെ വീട്ടിൽ ജനിക്കാമായിരുന്നു. പക്ഷെ ഒരു വീട് പോലും ഇല്ലാതെ കാലിത്തൊഴുത്തിലാണ് യേശു ജനിച്ചത്. ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടോ കാലിത്തൊഴുത്തിൽ ജനിച്ച ആള്? ജനിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത സ്റ്റേജിലേക്ക് യേശു വന്നതിന്റെ കാരണമെന്നറിയാമോ? മറ്റൊന്നുമല്ല, ജനിക്കാൻ വീടില്ലാത്ത ആളുകൾക്ക് പോലും പറയാൻ കഴിയില്ല, യേശുവേ നിനക്ക് എന്നെ മനസ്സിലാകത്തില്ല, എന്റെ ദുഃഖം നിനക്ക് മനസ്സിലാകത്തില്ലെന്ന് പറയാൻ കഴിയില്ല. യു ഗെറ്റ് മൈ പോയിന്റ്? ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതായത്
ലോകത്തിലെ ഏത് മനുഷ്യനും എല്ലാ രീതിയിലും കഷ്ടാനുഭവങ്ങളാൽ he made Jesus perfect through his sufferings. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഏതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കഷ്ടങ്ങൾ ഉണ്ടാകാമോ ആ കഷ്ടങ്ങളിലൂടെ എല്ലാം യേശുവിനെ ദൈവം കടത്തിവിട്ടു. എല്ലാ അപമാനങ്ങളിലൂടെയും കടത്തിവിട്ടു. ജനിക്കാൻ വീടില്ലാത്തവൻ, ദരിദ്രൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു റെഫ്യൂജിക്ക് പറയാൻ പറ്റിയല്ല കർത്താവേ നിനക്ക് മനസ്സിലാകത്തില്ലെന്ന്. ജനിച്ചതിന്റെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ റെഫ്യൂജിയായിട്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോയവനാണ് യേശു. മനസ്സിലായോ? അപ്പൊ ഒരു റെഫ്യൂജിക്ക് പറയാൻ പറ്റിയല്ല യേശുവേ നിനക്ക് എന്റെ വേദന മനസ്സിലാകത്തില്ല, ഒരു റെഫ്യൂജിയുടെ വേദന എന്ന് പറയാൻ പറ്റില്ല. കാര്യം അവൻ റെഫ്യൂജി ആയിരുന്നു. ഒരു പ്രിസണർക്കും പറയാൻ പറ്റത്തില്ല നിനക്ക് എന്റെ വേദന മനസ്സിലാകത്തില്ലെന്ന്, കാര്യം അവൻ പ്രിസണറായിരുന്നു. ഹല്ലേലൂയ. അപമാനിതനായിരുന്നു. ആളുകൾ അവനെ വിളിച്ച മറിയയുടെ മോനെ, നമ്മളെയൊക്കെ വിളിക്കുന്ന അപ്പന്റെ പേര് വെച്ചല്ലേ, ഇല്ലേ? ഒരു വേശ്യാപുത്രൻ എന്ന നിലയിൽ ആളുകൾ അവനെ കണ്ടപ്പോഴും അവൻ അതും മനസ്സിലായി. എല്ലാ അപമാനങ്ങളും അവൻ ഏറ്റെടുത്തു, എല്ലാ കഷ്ടങ്ങളും ഏറ്റെടുത്തു. അവന് മനസ്സിലാകാത്ത ഒന്നുമില്ല. എന്തിനാ അവൻ എല്ലാ കാര്യത്തിലൊക്കെ ഇറങ്ങി താഴെ പോയെന്നറിയാമോ? മനുഷ്യവർഗത്തോട് ഏകീഭവിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഞാൻ ജോണി എറിക്സനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ജോണി എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ജോണിയുടെ ബുക്കുകൾ പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഇംഗ്ലീഷിലൊക്കെ ഒത്തിരി, എൻ്റെ ബുക്കും മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഹിന്ദിയിലുണ്ട്, പല ലാംഗ്വേജിലുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ബുക്കുകൾ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇതൊക്കെ വായിക്കേണ്ട പിള്ളേർ. ജോണിയെ കുറിച്ചുള്ള ഫിലിമുണ്ട്. ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ ജോണിയെ കുറിച്ചുള്ള ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ജോണി 18 വയസ്സുള്ള 16 years old. When she was 16 years old, അവിടെ ഒരു ഡൈവിംഗ് ആക്സിഡന്റിൽ, she was a sports girl, ഡൈവിംഗ് ആക്സിഡന്റിൽ ക്വാഡ്രിപ്ലജിക് ആയിട്ട് the whole body paralyzed ആയി. ശരീരത്തിന് യാതൊരു ചലനവുമില്ല. അങ്ങനെ ഇവള് ഹോസ്പിറ്റലിൽ പോയി രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചില്ല. ബട്ട് നെക്ക് ബ്രേക്ക് ആയിട്ട് ഒടുവിൽ ഇവളൊരു സ്ട്രെച്ചറിൽ കിടക്കുകയാണ്. സ്ട്രെച്ചറിൽ കിടന്നു. വീട്ടിൽ കൊണ്ടുപോയി ഒരു പരിധി വരെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കൈയനക്കാൻ പറ്റത്തില്ല, കാലനക്കാൻ പറ്റത്തില്ല. ഒരു സ്ട്രക്ചറിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ മന്ത്സ് ആൻഡ് ഇയേഴ്സ് അങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് മറ്റുള്ള ആളുടെ ഹെൽപ്പില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹെൽപ്പ് ഉണ്ടെങ്കിൽ തന്നെ കയ്യൊന്നും നനക്കാൻ പോലും പറ്റുന്നില്ല. ഉടനെ ഒരു ദിവസം ഇവളുടെ അനിയത്തിയുണ്ട്, ഇവളുടെ ചേച്ചിയുണ്ട്, ജയ് എന്ന് പറഞ്ഞ്. ജയ് ആണ് ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ ജയ് ഇവളെ തുളച്ച് സ്പഞ്ച് ചെയ്ത് ബോഡി എല്ലാം നല്ല ക്ലീൻ ആക്കി. എന്നിട്ട് രാത്രിയിൽ അവൾ പറഞ്ഞു ഓക്കെ ജോണി സീ യു ടുമോറോ മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അവളുടെ മുറിയിൽ പോയി. ഇവൾ ഒറ്റയ്ക്ക് കിടക്കുക. ഇവൾക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ ഇവള് കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചു, കർത്താവേ ഇത് ഭയങ്കര കഷ്ടമാണ്, എനിക്ക് ശരിക്കും സൂയിസൈഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാനെങ്ങനെ സൂയിസൈഡ് ചെയ്യും? എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ പോലും പറ്റില്ല. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര കരച്ചിൽ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് കരയാൻ പേടിയാണ്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂക്കൊന്നടഞ്ഞാൽ എൻ്റെ നോസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ മൂക്കിനകത്തൊന്ന് മൂക്കള നടഞ്ഞാൽ എനിക്ക് മൂക്ക് അടഞ്ഞു പോയി കഴിഞ്ഞാൽ മൂക്കൊന്ന് ചീറ്റി തരാൻ ആളില്ല. എനിക്ക് ഐ കനോട്ട് ഡു ദാറ്റ് ബിക്കോസ് മൈ ഹാൻഡ്സ്, ഐ കനോട്ട് യൂസ് മൈ ഹാൻഡ്സ്. ഇതെന്തൊരു ഈ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥയാണ്. അത് എന്നെ പോലെ വെറും പാരലൈസ്ഡ് ഒന്നുമല്ല, സ്പർശന ശക്തി പോലും ഇല്ല. ഈ കഷ്ടതയുടെ ആ നടുക്കയത്തിൽ കിടന്നുകൊണ്ട് അവള് കർത്താവിനോട് പറഞ്ഞു, ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. സ്പീക്ക് ടു ഗോഡ്. വെൻ യു ഫീൽ ഇറ്റ് യു സ്പീക്ക് ടു ഗോഡ്. ഞാൻ സങ്കീർത്തനകരണങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങളെ കുറിച്ചുള്ള പുസ്തകം. അതൊക്കെ എൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ സങ്കീർത്തനകരണങ്ങൾ ഞാൻ ഈ സങ്കീർത്തനം എഴുതുമ്പോഴത്തേക്ക് എനിക്കുണ്ടായിട്ടുള്ള അതിനെക്കുറിച്ച് ഞാൻ എഴുതുമ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഈ എബ്രായ കവികൾ സങ്കീർത്തനം എഴുതുന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത, അവർ ജെനുവിൻ പീപ്പിൾ ആയിരുന്നു. അവർക്ക് ദേഷ്യം വന്നാൽ ദേഷ്യം വരെ അവർ കർത്താവിനെ ഒപ്പിച്ചെന്ന് പറയും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയാൻ അവർക്ക് മടിയില്ല. നിങ്ങൾ അങ്ങനെ ഫ്രീ ആയിരിക്കണം കർത്താവിൻ്റെ മുമ്പിൽ. പക്ഷേ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം വരുന്നവൻ്റെ അടുത്ത് എന്ന് പറയാനല്ല, ആരുടെ അടുത്ത് എന്ന് പറയണം? കർത്താവിൻ്റെ അടുത്ത്. നമ്മളതല്ല, നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു തീർക്കും. ആരോട് ദേഷ്യമുണ്ടോ അയാളോട് പറഞ്ഞു തീർക്കും. അതല്ല ഞാൻ പറയുന്നത്. ജോണി പറയുക, യെസ് ഐ എം വെരി സാഡ്, ബട്ട് ഇതൊക്കെ പറഞ്ഞൊരു കാര്യമില്ല, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉടനെ യേശു ഇവളോട് സംസാരിച്ചു, ജോണി യു ആർ റോങ്, ഐ അണ്ടർസ്റ്റാൻഡ് യു. ഹൗ ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് മീ? ഹാവ് യു എവർ ബീൻ പാരലൈസ്ഡ്? യെസ്. യേശു പറഞ്ഞു, യെസ് ഐ വാസ് പാരലൈസ്ഡ്.
എടാ, നീ തളർവാദ രോഗികളെ സൗഖ്യമാക്കി ഞാൻ കേട്ടിട്ടുണ്ട്, നീ എന്താണ് പാരലൈസ്ഡ് ആയിട്ട് കിടന്നത്? അവിടെ യേശു പറഞ്ഞു, ജോണി, I was paralyzed on the cross. പടയാളികൾ എൻ്റെ മുഖത്ത് തുപ്പിയ തുപ്പലും എൻ്റെ തലയിൽ നിന്ന് ഒഴുകി വരുന്ന ചോരയും എൻ്റെ വിയർപ്പും കൂടെ ഒലിച്ചിറങ്ങിയപ്പോൾ അതൊന്ന് തുടച്ചു കളയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. But I was paralyzed on the cross. So I understand your situation. Yes. യേശുവിന് മനസ്സിലാകാത്തതായിട്ടൊന്നുമില്ല. അവൻ നമ്മളെ സ്വരൂപത്തിലേക്ക് ഇറങ്ങി വന്നു. അവൻ നമ്മളോട് ഏകീഭവിച്ചു. ഇതാണ് ക്രിസ്തുവിന്റെ ഭാവം. ഈ ഭാവം നിങ്ങളിൽ ഉണ്ടാകണം. നിങ്ങൾ ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്നവരാകണം. We need to identify with people. ആള് കളിച്ച് മോളിൽ കയറിയിരിക്കരുത്. എപ്പോഴും താഴോട്ട് ഇറങ്ങി ചെല്ലാൻ നമുക്ക് കഴിയണം. ജനങ്ങളോട് ഏകീഭവിക്കണം, ജനങ്ങളുടെ ഭാഗമാകണം. അതിന് നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. ഞാനൊരു സ്റ്റോറിയല്ല, നടന്ന ഒരു കാര്യമാണ്. ഒരു ജയിലില് ലൈഫ് സെന്റൻസ് കിട്ടിയ ഒരുത്തിനോട് സുവിശേഷം പറയാനായിട്ട് അവിടുത്തെ ചാപ്ലൈൻ പോയി. കാര്യം ചാപ്ലൈൻ്റെ ജോലിയാണ് സുവിശേഷം പറയാനുള്ളത്. അയാൾ ചെന്നു, യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ എന്താ സംഭവിച്ചത്, ക്രൂശിന്റെ തിയോളജി പുള്ളി പഠിപ്പിച്ചു, യേശുവിന്റെ ജഡാവതരണത്തിന്റെ ക്രിസ്റ്റോളജി പഠിപ്പിച്ചു, സഭയുടെ എക്ലീഷിയോളജി പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു. ഇയാൾ ശ്രദ്ധിച്ചുമില്ല, ഒന്നുമില്ല. അയാൾ എണീറ്റു. അപ്പൊ ഈ ചർച്ചിലെ തന്നെ ഒരു ബിലീവർ, ഈ ചർച്ച എന്ന് പറഞ്ഞാൽ ചാപ്ലൈൻ്റെ സഭയല്ല, ഒരു സാധാരണ ബിലീവർ, അയാള് ഈ വ്യക്തിയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. ഇയാൾ കർത്താവിനെ സ്വീകരിച്ചു. കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചാപ്ലൈൻ പറഞ്ഞു, എടാ, നീ എന്ത് മാജിക്കാ ചെയ്തത്? ഞാൻ അവനോട് മുഴുവൻ വേദപുസ്തകവും എല്ലാ തിയോളജിയും പറഞ്ഞിട്ടും അവൻ രക്ഷിക്കപ്പെട്ടില്ലല്ലോ, പിന്നെ നീ എന്തോ ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സാറേ, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അവിടെ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സഹോദര, നമ്മളെപ്പോലുള്ള ഭാവികൾക്ക് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞില്ല, നമ്മളെപ്പോലെ. ഈ അണ്ടർസ്റ്റാൻഡ് ഡിഫറൻസ്. അവൻ ആ വ്യക്തിയോട് ഏകീഭവിച്ചു. ആ ചാപ്ലയിൽ ചെന്നത് അയാൾ വലിയൊരാളും കുറ്റവാളി, ഒന്നിനും കൊള്ളാത്തവൻ, കള്ളൻ, കൊലപാതകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെല്ലുന്നത്. പക്ഷേ ഈ മനുഷ്യൻ ചെന്ന് കെട്ടിപ്പിടിച്ചു. അതാണ് ഏകീഭവിക്കുക എന്ന് പറയുന്നത്. ജനങ്ങളോട് ഏകീഭവിക്കുന്നവരാണ്. സുവിശേഷ വേലയിൽ ഇത് വളരെ അത്യാവശ്യമാണ്. ഫാദർ ഡാമിയന്റെ സ്റ്റോറി നിങ്ങൾ കേട്ടതാണ്. ഫാദർ ഡാമിയൻ വർക്ക് ചെയ്തത് കുഷ്ഠരോഗികളുടെ ഇടയ്ക്കാണ്. ഈ കുഷ്ഠരോഗികളുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ തിങ്. നമുക്ക് ഒരു പ്രയാസമുണ്ട്, തീർച്ചയായിട്ടും പ്രയാസമുണ്ട്. ഞാനാണെങ്കിലും ഒരു പ്രാവശ്യം ഗ്വാളിയറിൽ ഈ കുഷ്ഠരോഗികളുടെ ആശ്രമത്തിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരോട് സുവിശേഷം, നമ്മളവിടെ ഇടയ്ക്ക് പോവുകയും, നമ്മൾ അവിടുത്തെ ജോസ്മാൻ എന്ന് പറഞ്ഞ ഒരു മിഷണറി ഉണ്ട്, ജോസ്മാൻ അവിടെ പോവുകയും ഇവർക്ക് വേണ്ടി മീറ്റിംഗ് നടത്തുകയെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ കൈയെല്ലാം മുറിഞ്ഞ ഡീഫോംഡ് ആണ് അവരുടെ കൈയും മറ്റുമൊക്കെ. അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർ കൈയൊന്നും തരത്തില്ല. തരാത്തതിന് മറ്റൊന്നുമല്ല, കൈ കൊടുത്താലും മിക്കവാറും ചെല്ലുന്നവരാരും കൈ കൊടുക്കത്തില്ല. സോ അവരിങ്ങനെ നമസ്തേ എന്ന് പറഞ്ഞിങ്ങനെ കൈ കൂപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഇഫ് ജീസസ് വാസ് ഹിയർ വാട്ട് ഹി വുഡ് ഡു? അപ്പൊ എനിക്ക് ഇച്ചിരി അടപ്പൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നമസ്തേ ചെന്നുള്ള കൈ കൂപ്പിയപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് കൈയടിക്ക് വിളിച്ചിട്ട് കെട്ടി വിളിച്ചു, ആ നമസ്തേ കൈസയാ. അപ്പൊ ഇവൾക്ക് ഭയങ്കര അത്ഭുതം. എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ് പോയി കൈയൊക്കെ കഴുകി, അത് വളരെ കാര്യം. എന്നാലും ഞാൻ ചിന്തിച്ചു, ഞാൻ അവിടെ ചെന്നിട്ട് വേറെ യേശു ചെയ്ത കാര്യമല്ല ഞാൻ ചെയ്യേണ്ടത്, അല്ലാതെ എന്താ ചെയ്യുന്നത്? ഫാദർ ഡാമിയൻ ഇതുപോലെ കുഷ്ഠരോഗികളായ ആളുകളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരുടെ കൈ കഴുകി കൊടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും എല്ലാം ചെയ്തു. എന്നാൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ ചാപ്പലുണ്ട്, ചാപ്പലിൽ വെച്ച് പ്രസംഗിക്കുന്ന കൂട്ടത്തിലെല്ലാം അദ്ദേഹം പറയുമായിരുന്നൊരു കാര്യമുണ്ട്, all lepers, I want to tell you one thing, Jesus loves you. കുഷ്ഠരോഗികളെ, എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുണ്ട്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എന്നാൽ ഒരു ദിവസം ഈ ഫാദർ ഡാമിയൻ ലെപ്രസി ഡിറ്റക്ട് ചെയ്തു. അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് ഈ ഓൾസോ ബിക്കം എ ലെപ്പർ. അന്ന് രാവിലെ ഫാദർ ഡാമിയൻ പ്രസംഗിച്ച് കൊണ്ടത് പറഞ്ഞു, മൈ ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ് ദാറ്റ് ഐ വാസ് നോട്ട് ടെല്ലിങ് യെസ്റ്റർഡേ. അപ്പോൾ ആൾക്കാർ ചിന്തിച്ചു, എന്തോ ആണ് യേശു ഇനിയിപ്പോൾ സ്നേഹിക്കുന്നില്ലയോ, എന്തോ മാറ്റി പറയാം. ഇന്നലെ ഇവിടെ ഞാൻ പറഞ്ഞത് കുഷ്ഠരോഗികളായ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇന്ന് ഞാനതൊന്ന് മാറ്റി പറയാൻ ആഗ്രഹിക്കുന്നു, കുഷ്ഠരോഗികളായ നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നു.
മനുഷ്യവർഗത്തോട് ഏകീഭവിക്കുക, സാധാരണക്കാരോട് ഏകീഭവിക്കുക. മോളിൽ കയറി നിന്ന് സംസാരിക്കുന്നതിന് പകരം ഹോളിയർ ദാൻ ദൗ ആറ്റിറ്റ്യൂഡ് സാധാരണ പറയും. ഞാൻ സ്വർഗത്തിൽ നിന്ന് നേരെ പൊട്ടി താഴോട്ട് വീണതും നിങ്ങളൊക്കെ നരകത്തിൽ നിന്ന് കയറി വരുന്നല്ലോ എന്നുള്ളൊരു ചിന്താഗതി കളഞ്ഞിട്ട് ജനങ്ങളോട് ഏറ്റവും ക്ലിയറായിട്ട് ഇറങ്ങിച്ചെന്ന് ഇടപെടുവാൻ കഴിയുന്നതായ ഒരു സ്റ്റേജ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ മിനിസ്ട്രിയിലെ ജീസസ് വാസ് കമ്പാഷണറ്റ് ആൻഡ് ഹി വാസ് കമ്പാഷണറ്റ്. ഞാൻ വേറൊരു കാര്യം ഇന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞതാണ് ഹോളി സ്പിരിറ്റിനെ കുറിച്ച്. how the Holy Spirit was working in the life of Jesus. അതെനിക്ക് സമയമില്ല. ഞാൻ maybe I will tell it maybe tomorrow some other time because I don't have much time. I will tell it later. Okay, ഇവിടെ Jesus was compassionate. His compassion we see, നമ്മൾ കാണുന്ന അവന്റെ കമ്പാഷൻ, അവന്റെ മിനിസ്ട്രിയിൽ എല്ലാം കമ്പാഷൻ ആയിരുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓൾവേസ് he was moved with compassion. എപ്പോഴും അവൻ കമ്പാഷനിലാണ്. ഇപ്പം മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 9-ാം അധ്യായത്തിന്റെ മാത്യു, ഞാൻ ചില വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു പോകണം അവന്റെ കമ്പാഷൻ മനസ്സിലാക്കാനായിട്ട്. അവന്റെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആളുകളെ പോലെ കുഴഞ്ഞവരും ചിങ്ങിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലി. When he saw the multitude, he was moved with compassion. വലിയ പുരുഷാരത്തെ കണ്ടപ്പോൾ, ഞാൻ സാറിന് പറയാറുണ്ട്, നമ്മുടെ പ്രസംഗകരാണെങ്കിൽ പുരുഷാരത്തെ കാണുമ്പോൾ ത്രില്ലടിക്കും. പക്ഷേ യേശു പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലി. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ സെയിം കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. 6-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിൽ നമ്മളിവിടെ കാണുന്നു, നേരവും നന്നേ വൈകി ചാപ്റ്റർ 6:34, അവൻ പടകിൽ ഇരുന്ന് ഇറങ്ങിയാലെ വലിയ പുരുഷാരത്തെ കണ്ടു, അവർ ഇടയിലില്ലാത്ത ആളുകളെ പോലെ ആകൊണ്ട് അവരിൽ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. യേശുവിന്റെ ടീച്ചിങ് പോലും അവന്റെ മനസ്സലിവിന്റെ ഭാഗമായി, അല്ലാതെ ആള് കളിക്കാൻ വേണ്ടി അല്ല യേശു പ്രസംഗിച്ചത്. നമ്മൾ സാക്ഷി പറയുന്നതും സുവിശേഷം അറിയിക്കുന്നതും കമ്പാഷനിൽ നിന്നായിരിക്കണം, മനസ്സലിവിൽ നിന്നായിരിക്കണം. ഞാൻ പറയട്ടെ, നമുക്ക് പലപ്പോഴും ഈ സുവിശേഷം അറിയിക്കുമ്പോഴും നമ്മൾ സാക്ഷി പറയുമ്പോൾ പോലും പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഏതാണ്ട് കറവ തീർക്കുന്നത് പോലെയാണ്. എനിക്കൊരാളെ അറിയാം, ഒരാൾ നടന്നു പോവാം, ഒരാൾ ഒരു കവല നിന്ന് സുവിശേഷം പ്രസംഗിക്കുക, അവിടെയുള്ള വാക്യങ്ങളൊക്കെ അവിടുത്തെ കടയുടെ ബോർഡൊക്കെ വായിച്ചു. മാവേലി സ്റ്റോർ, ആരോമ ടെക്സ്റ്റൈൽസ്, ജാക്കി മെഡിക്കൽസ്, ഈ ബോർഡുകളൊക്കെ സാക്ഷ്യം പറയും, ഞാനിവിടെ വന്ന് സുവിശേഷം പറഞ്ഞത്, ഇനി എനിക്കൊരു ഉത്തരവാദിത്വമില്ല, നിങ്ങൾ വേണമെങ്കിൽ രക്ഷിക്കപ്പെടണം. അതല്ല സുവിശേഷം അറിയിക്കും. സുവിശേഷം അറിയിക്കും എന്ത് വേണം? We need to be compassionate. അവൻ പുരുഷാരത്തെ കണ്ടാലെ മനസ്സലിഞ്ഞ് അവരോട് ഉപദേശിച്ചു തുടങ്ങി. ഷീപ്പ് വിതൗട്ട് എ ഷെപ്പേർഡ്, ആദ്യം തന്നെ കാണുന്ന കാര്യമാണ്. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ. അവരുടെ ഭാവി എന്തായിത്തീരും? വലിയൊരു ഭാരം. അവരെങ്ങോട്ട് പോകും? ആരിവരെ നയിക്കും? ഇടയിലില്ലാത്ത ആടുകളെ പോലെ കണ്ടു, മനസ്സലിഞ്ഞിട്ട്. നോക്കുക, ഞാനിവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഒരു കാര്യമാണ് ആ മനസ്സലിവ്. നമുക്കുണ്ടാകണം. ഒരാളോട് ആദ്യം തന്നെ അവരുടെ ഭാവിയെ കുറിച്ച്, അല്ലെങ്കിൽ അവരെങ്ങോട്ട് പോകും, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ കൂടെ താമസിക്കുന്നവര്, നമ്മളെ അടുത്ത വീട്ടിൽ താമസിക്കുന്നവര്, നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ സഹോദരങ്ങള്, അവരെ കുറിച്ച് ഇടയിലില്ലാത്ത ആളുകളെ പോലെ എങ്ങോട്ട് പോകണം. എന്തൊരു ഇടയിലില്ലാത്ത ആളുടെ പ്രശ്നമുണ്ട്, അവർക്ക് വഴി അറിയത്തില്ല. നമ്മൾ ചുറ്റുമുള്ള ആളുകൾക്ക് ഇതുപോലല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഇന്നത്തെ യങ്ങർ ജനറേഷനെ നോക്കിക്കൂ, ഒരു കൺഫ്യൂസ്ഡ്, അവർക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ആ ജനങ്ങളെ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇടയിലില്ലാത്ത ആളുകളെ പോലെ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് അവരെ ഉപദേശിച്ചു തുടങ്ങി. നമ്മളുടെ വാക്കുകൾ, നമ്മുടെ സാക്ഷ്യങ്ങൾ പോലും എന്തിന്റെ അടയാളമായിരിക്കണം? മനസ്സലിവിന്റെ അടയാളമായിരിക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മളവിടെ കാണുന്നത് അതിന്റെ 1-ാം അധ്യായം അതിന്റെ 40 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ഠം മാറി, അവന് വിട്ടുമാറി, അവന് ശുദ്ധി വന്നു. കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ മനസ്സല് ആദ്യം അവനെ തൊട്ടു. ക്രിസോസ്റ്റം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനായിരുന്നെങ്കിൽ സൗഖ്യം വാങ്ങിയിട്ടേ തുറന്നുള്ളായിരുന്നു. പക്ഷെ കർത്താവ് അങ്ങനല്ല. കർത്താവ് എന്ത് ചെയ്തു?
അവൻ കുഷ്ഠരോഗിയായിരുന്നപ്പോൾ തൊട്ടു. ചില ആളുകൾക്ക് അവൻ പറഞ്ഞ് സൗഖ്യമാക്കി കൊടുക്കുന്നുണ്ട്, തൊട്ടിട്ട് ഒത്തിരി പേരത്തോട് സൗഖ്യമാക്കിയിട്ടുണ്ട്. പക്ഷേ കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? തൊട്ട് സൗഖ്യമാക്കി. കമ്പാഷനാണ്. He was compassionate towards the sick. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിലും ഇതേ കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവൻ അതിന്റെ 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തില് മത്തായി സുവിശേഷം ഒത്തിരി വാക്യങ്ങളുണ്ട്. I'm not reading all the passages. 8-ാം അധ്യായത്തിന്റെ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാൻ പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. മത്തായി സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ 14-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്നത്, വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളുന്നവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട്, അവർക്ക് പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പീൻ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സറിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാകും. വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സറിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ രോഗികളെ സൗഖ്യമാക്കിയത് എന്തുകൊണ്ടാണ്? മനസ്സറിവുണ്ടായിട്ട്, അല്ലാതെ ഗിമ്മിക്സ് കാണിക്കാനല്ല, സാക്ഷ്യം പറയിക്കാനല്ല. കർത്താവ് സാക്ഷ്യം പറയണ്ടെന്നാണ് പറഞ്ഞത്. പലപ്പോഴും പറഞ്ഞത് നിങ്ങൾ ഇത് ആരോടും പറയുന്നുണ്ട്. ഇത് ഇവിടെ നല്ലല്ലോ. ഒരു വയറ്റുവേദന പോയാൽ അല്ലെങ്കിൽ ഒരു തലവേദന മാറിയാൽ മാറുമോ ഇല്ലെന്ന് പോലും അറിയില്ല, ഉടനെ തന്നെ മൈക്ക് കൊടുക്കുക. എന്താ സംഭവിച്ചത് പറഞ്ഞാട്ടെ. എന്ത് കാര്യത്തിനാ ഇതൊക്കെ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഇവിടെ മനസ്സലിവ്. ഇന്നത്തെ ഈ ക്രൂസൈഡ് പ്രീച്ചേഴ്സിൽ 99% ആളുകൾ മനസ്സലിവുള്ളവരല്ല. അവനവന്റെ പേര് വലുതാക്കാൻ വേണ്ടി ഗിമ്മിക്സ് കാണിക്കുന്നവരാ. ഇവന്റെ ഒന്നും പുറകെ പോകരുത്, ഇവര് കാശ് കൊടുക്കരുത്, പല പാവങ്ങൾക്കും കൊടുക്കാൻ കാശ്. സ്വന്തം പേര് വലുതാക്കാൻ വേണ്ടി അങ്ങനെ പോകുന്ന ഒരു സമൂഹത്തിന് വേണ്ടി, അതിനുവേണ്ടി അല്ല. ഇനി നമ്മള് മത്തായി സുവിശേഷം 20-ാം അധ്യായത്തിന് 34-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, he was compassionate towards the blind. അവൻ മത്തായി സുവിശേഷം അതിന്റെ 20-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത്, യേശു മനസ്സറിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു. അവിടെ 32 മുതലുള്ള 30-ാമത്തെ വാക്യത്തിൽ അവൻ വഴിയേറിയിരിക്കുമ്പോൾ 2 കുരുടന്മാർ യേശു നടന്നു പോകുന്നത് കണ്ടു. കർത്താവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കണ്ണു തോന്നണമെന്ന് നിലവിളിച്ചു. ഒടുവിൽ നമ്മൾ എന്താ കാണുന്നത്? യേശു മനസ്സറിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവൾ കാഴ്ച പ്രാപിച്ചു. He was compassionate towards the blind. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ ഒത്തിരി വാക്യങ്ങൾ ഞാൻ വിട്ടു കളഞ്ഞിട്ട് പെട്ടെന്ന് വായിച്ചു പോകണം. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ 12-ാമത്തെ വാക്യത്തിൽ, അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്ത് നമ്മൾ മരിച്ചുപോയ ഒരുത്തനെ കൊണ്ടുവന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൾ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരും അവളോടുകൂടി ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരായിട്ട് നിൽക്കാൻ പറഞ്ഞു. അപ്പൊ യേശു മരിച്ചവരെ ഉയർപ്പിച്ചതിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ്? അല്ലാതെ ആള് കളിക്കാനല്ല. രോഗസൗഖ്യം എന്ന് പറയുന്നത് ആള് കളിക്കാനുള്ളതല്ല. ഞാൻ പ്രാർത്ഥിച്ച എത്രയോ രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. ഞാനെന്തിനാ ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നത്? അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത്? അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത് എനിക്കറിയത്തില്ല. I don't know exactly why I should do that. It is God who heals. ഇവിടെ ഈ ക്രൂസൈഡിലൊന്നും നടക്കാത്ത അത്ഭുതം ആഫ്രിക്കയിൽ നടന്നിട്ടുണ്ട്. ക്രിപ്പിളായിട്ടോട് നടന്നിട്ടുണ്ട്. ഞാൻ എന്റെ വീഡിയോ ഒന്ന് എടുത്തു. മരിക്കാൻ കിടന്ന ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. എനിക്കതിന്റെ സാക്ഷ്യം കിട്ടുന്നുണ്ട്. എന്നോട് ഞാൻ പ്രാർത്ഥിച്ച് സൗഖ്യമായ ആളുകൾ ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷേ അവരെ വിളിച്ച് ജീവിക്കാത്ത അഭിനയിപ്പിക്കാനും പൈസ വാങ്ങിക്കാനും ഒന്നും എന്നെ കിട്ടുന്നില്ല. You understand what I'm saying? Because it is done by God. അത് കർത്താവ് ചെയ്തല്ല, ഞാൻ ചെയ്തതൊന്നുമല്ല. അത് എന്റെ പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടായ കാര്യമൊന്നുമല്ല. കർത്താവിന് മനസ്സരിവ് തോന്നി, എനിക്ക് ഓഫ് കോഴ്സ് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാതെ എനിക്ക് തോന്നുന്നില്ല. കാര്യം I have compassion towards those people. It is an act of compassion and God works. അപ്പോൾ കർത്താവിന്റെ മനസ്സരിവ് നമുക്ക് കാണാനായിട്ട് കഴിയും.
ഇനി യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ലാസറിന്റെ കല്ലറയ്ക്കൽ അവിടുത്തെ കാര്യമാണ്. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. 34-ാമത്തെ വാക്യത്തിൽ അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ച് കർത്താവ് വന്ന് കാണുകയെന്ന് അവനോട് പറഞ്ഞു. 35 യേശു കണ്ണുനീർ വാർത്തു. ലാസർ മരിച്ചത് കൊണ്ട് ഉള്ളം അല്ലെങ്കിൽ മരിച്ചത് കൊണ്ട് കരയുന്ന അവന്റെ സഹോദരിമാരെ കണ്ടിട്ട് വെറിയും ഫാമിലി എന്താ സംഭവിക്കുന്നത്? യേശു ഉള്ളം നൊന്ത് കലങ്ങി. യേശു കണ്ണുനീർ വാർത്തു. നമ്മുടെ യേശുവിന്റെ പ്രത്യേകത ഏതാ? ഹി ഈസ് കമ്പാഷനേറ്റ്. ആ അനുഭവം നമുക്കുണ്ടാണ്. ഞാൻ പറഞ്ഞത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വരികയാണെങ്കിൽ യേശുവിന്റെ മിനിസ്ട്രിയിൽ കമ്പാഷൻ തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം കമ്പാഷനേറ്റ്, നമ്മുടെ ആളുകളോട് എത്രത്തോളം കമ്പാഷനേറ്റ് ആണ്, നമുക്ക് എത്രത്തോളം മനുഷ്യനോട് കമ്പാഷനുണ്ട്. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ ആ കമ്പാഷൻ നമുക്കുണ്ടാകും. ഒരു വാക്യം കൂടെ മാത്രം ഞാൻ വായിക്കുകയാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് പറയുമ്പോൾ കർത്താവ് തന്നെ അവന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത പറയുന്നത് അതിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. യേശു പറയാണ് അതാണ് എൻ്റെ സ്വഭാവം, അതാണ് എൻ്റെ നേച്ചർ, അതാണ് എൻ്റെ ഭാവം. ഞാൻ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എങ്ങനെയുള്ളവനായിരുന്നു കർത്താവ്? സൗമ്യതയും താഴ്മയും ഉള്ളവൻ. അവന്റെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അവന്റെ മരണത്തെക്കുറിച്ച് പറയാനുണ്ട്. അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയാനുണ്ട്. ഈ ദിവസങ്ങളിലെ ബൈബിൾ സ്റ്റഡിയിൽ അത് നമുക്ക് മൊത്തമായിട്ട് എടുക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് ഞാനത് വിട്ടുകളയില്ല. പക്ഷേ അവന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഹി ഈസ് മീക്ക് ആൻഡ് ഹി ഈസ് ലോലി. അവൻ താഴ്മയും, അവൻ മീക്ക് ആൻഡ് ലോലി ഇൻ ഹാർട്ട്. അവൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ. ആ സ്വഭാവം, ആ ഭാവം, ആ അനുഭവം, ആ ദിവ്യ സ്വഭാവം അതിന്റെ പാർട്ടേക്കേഴ്സ് ആയിരിക്കണം നമ്മൾ. സൗമ്യതയുള്ളവർ, താഴ്മയുള്ളവർ. ഹല്ലേലൂയ. അവസാനമായിട്ട് കാൽവറി ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളോട് കാണുന്ന അവന്റെ ഫോർഗിവ്നെസ് ഒന്ന് ആലോചിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സുവിശേഷം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് യേശുവിനെ ഏതൊക്കെ നിലയിൽ അവന്റെ ദിവ്യ സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അഥവാ യേശു ക്രിസ്തു മരിച്ചതാൾക്ക ഈ നിൽക്കുന്ന, അതായത് അവന്റെ കരണത്തടിച്ചവന് വേണ്ടി കൂടെയാണ് യേശു മരിച്ചത്. ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. നമ്മളെ അനുഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കറിയാം. പക്ഷെ നമ്മളെ ശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കറിയാമോ? നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്കറിയാമോ? നിങ്ങൾക്കെതിരെ ഒരു കള്ളക്കഥ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്കെതിരായിട്ട് കള്ളക്കഥ ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയാം. പക്ഷേ ആ സമയത്ത് പോയിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സഹായിക്കാനും നിങ്ങൾക്ക് കഴിയുമോ? അതാണ് യേശു. And finally, when you look at the cross, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതൽ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. I told the children, my children, we want to follow Jesus. We want to imitate Jesus. We want to be partakers of his nature. എൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം പഠിപ്പിച്ചു. And maybe you will ask, which Jesus? Because we see a lot of Jesus in different messages and things like that. But I tell you, look at the cross. What do we see there? A man who lived for others and died for others. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത യേശു. ആ യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൽ ഞാൻ കൂട്ടറിയായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യം, always live for others and if it is possible try to die for others. ഇതൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിച്ചേക്കാം. ഞാനതാ പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം അതാ എന്നെ യേശു പഠിപ്പിച്ചത്. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണം നോക്കണം. ഓൾവേസ് ലിവ് ഫോർ അതേഴ്സ്. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. തന്നെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ആൻഡ് ഇഫ് യു ഗെറ്റ് എ ചാൻസ്, ഈവൻ ബി റെഡി ടു ഡൈ ഫോർ ജീസസ്, ഡൈ ഫോർ അതേഴ്സ്. ഡൈ ഫോർ ജീസസ് വേറെ, ഡൈ ഫോർ അതേഴ്സ്. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു നിർത്തുന്നത് തന്നെയാണ്. യേശുവിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ കാര്യങ്ങൾ പഠിച്ചു. ഹല്ലേലൂയ. അവന്റെ മനസ്സലിവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവന്റെ
അവന്റെ ആ ഏകീഭാവത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവൻ മനുഷ്യവർഗത്തോട് ഏകീഭവിച്ചതിന്റെ കാര്യമാണ്. നമ്മളും അതുപോലെ മനുഷ്യവർഗത്തോട് ഏകീഭവിക്കണം. മറ്റുള്ളവർ എങ്ങനെയാണ്, മറ്റുള്ളവരോട് നമ്മൾ ഏകീഭവിക്കുന്നവരായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് ഉയർന്നു നിൽക്കാനല്ല, എക്സോൾട്ട് ചെയ്യാനല്ല, അവരുടെ കൂടെ ലോലിയായിട്ട് അവരിലേക്ക് ഇറങ്ങി വരാനായി. അത് നമ്മൾ പഠിക്കണം. കമ്പാഷനേറ്റ് ആയിട്ട് ജീവിക്കാൻ പഠിക്കണം. കഷ്ടപ്പെടുന്നവരെ കണ്ട് കമ്പാഷനേറ്റ് ആയിരിക്കണം. രോഗികളെ കണ്ട് മനസ്സറിയണം. വിശക്കുന്നവരെ കണ്ട് മനസ്സറിയണം. യേശു രോഗികളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. യേശു വിശക്കുന്നവരെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. യേശു അന്ധന്മാരെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. കഷ്ടപ്പെടുന്നവരെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. ഒരു ശവമടക്ക് കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. വിധവയായ ഒരു സ്ത്രീയുടെ, ആരും നോക്കാനില്ലാത്ത വിധവയായ ഒരു അനാഥയായ ഒരു സ്ത്രീയുടെ ദുഃഖത്തെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞു. സഹോദരൻ മരിച്ച സഹോദരിമാരുടെ വേദന കണ്ടപ്പോൾ അവന് മനസ്സലിഞ്ഞു. യേശുവിന്റെ ജീവിതം മുഴുവൻ മനസ്സലിവാണ്. നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചേ, ഈ മനസ്സലിവ് എനിക്കുണ്ടോ? ഈ മനസ്സലിവ് എനിക്കുണ്ടോ? He was compassionate, and we need to be compassionate. Only then we will be partakers of his nature. Hallelujah. ഒളിക്കുളഞ്ഞല്ലോ, സൗമ്യതയും താഴ്മയും ഉള്ളവനായിരിക്കും. എനിക്ക് സൗമ്യത ഉള്ളു. യേശുവിന്റെ സൗമ്യത അടക്കുവാനുള്ള ആളിനെ പോലെ അവനെ കൊണ്ടുപോയി. അവന്റെ കന്നത്തടിച്ചിട്ട്, അവന്റെ കണ്ണ് കെട്ടി കന്നത്തടിച്ചിട്ട് ചോദിച്ചു, പ്രവാചക, നിന്നെ അടിച്ചതാരെന്ന് പ്രവചിക്കാൻ. അവന് പറയാമായിരുന്നു, നീ മത്തിയാസ്, നീ യോഹന്നാൻ എന്ന് പറയാമായിരുന്നു. അവൻ അറിയാൻ വയ്യാഞ്ഞിട്ടില്ല. അവൻ മിണ്ടിയില്ല. അവൻ സൗമ്യതയുള്ളവൻ. അവൻ അറിയാൻ വയ്യാഞ്ഞിട്ടില്ല. നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, എനിക്കറിയാവുള്ള ആരൊക്കെ, എന്നെ അങ്ങനെ കളിപ്പിക്കൊന്നും വേണ്ട, നീ മത്തിയാസ് അല്ലേ എന്ന് കണ്ണു കെട്ടിയാലും നമ്മൾ പറയും. പക്ഷെ കർത്താവ് ചെയ്തില്ല. അവൻ സൗമ്യതയുള്ളവൻ, അവൻ താഴ്മയുള്ളവൻ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത യേശു. അത് നിങ്ങൾ പഠിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. ഈ സ്വാർത്ഥത മുറ്റിയ ഈ ജീവിതത്തിൽ അന്ത്യകാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത് മനുഷ്യർ സ്വസ്നേഹികളാകുമെന്നാണ്. ഇന്ന് കാണുന്നതാണ്. സ്വന്തം അപ്പനെ അമ്മയും പോലും വേണ്ടാത്ത പിള്ളേര്, സ്വന്തം പിള്ളേരെ വേണ്ടാത്ത അപ്പനും അമ്മയും, ആർക്കും ആരെയും വേണ്ടാത്ത ജീവിതം. അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങളൊന്ന് പഠിച്ചേ. അതാണ് യേശുവിന്റെ ജീവിതം. അതാണ് യേശുവിന്റെ ദിവ്യ സ്വഭാവം. കണ്ണുകളെ